ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു 1 Ace അക്കാദമി. സോ നമ്മൾ ഇന്ന് ഇന്ത്യൻ പൊളിറ്റി യു പി എസ് സിയുടെ ഇന്ത്യൻ പൊളിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ പൊളിറ്റി ഇൻ ദ കേസ് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ. സോ എന്തുകൊണ്ടാണ് ഇന്ത്യൻ പൊളിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ഇന്ത്യൻ പൊളിറ്റി, ദാറ്റ് മീൻസ് നമ്മൾ ഈ ഇന്ത്യൻ പൊളിറ്റിയിൽ എന്താണ് പഠിക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ആ കാര്യത്തിലേക്കാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സിവിൽ സർവീസസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, എക്കണോമി, സൊസൈറ്റി തുടങ്ങിയ പല സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ആക്ച്വലി നമ്മുടെ സർവീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കാണ് നമ്മുടെ സർവീസുകൾ വരുന്നത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലെ കാര്യങ്ങളും ഗവേണൻസും തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സബ്ജക്റ്റാണ് പൊളിറ്റി. സോ ത്രൂ ഔട്ട് നമ്മുടെ സർവീസിൽ നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഉള്ള സബ്ജക്റ്റാണ് പൊളിറ്റി. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് UPSC എല്ലാ വർഷവും നൽകാറ്. പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, മറ്റ് സബ്ജക്റ്റുകളുടെ വെയിറ്റേജ് കുറക്കുന്ന പോലെ ഒരു കാരണവശാലും പൊളിറ്റിയുടെ വെയിറ്റേജ് UPSC ഒരു കാരണവശാലും കുറക്കാറില്ല. അതുപോലെ തന്നെ പല ആസ്പിറൻസും തെറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റി ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണെന്നൊരു ഫീൽ. അപ്പോൾ പൊളിറ്റി ആക്ച്വലി എക്കണോമിക് സബ്ജക്റ്റ് ഒക്കെ പറയുന്നത് പോലെയുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലോജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. വളരെ ചെറിയൊരു സിലബസ്. ഇപ്പം നമ്മൾ എക്കണോമിയിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചെറിയ സിലബസ് ആണ് പൊളിറ്റിയിലുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സബ്ജക്റ്റും കൂടിയാണ് പൊളിറ്റി. ബിക്കോസ് എക്കണോമിനെ സംബന്ധിച്ച് ഒരു എക്കണോമിയിൽ നമ്മൾ പഠിച്ച സമയത്ത് ഒരു എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം എന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പൊളിറ്റിയിൽ വരുന്ന സമയത്ത് ഓൾറെഡി അത് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ലോജിക്കലി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പൊളിറ്റി വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇന്ത്യൻ പൊളിറ്റി? UPSC എന്താണ് ഈ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് വെയിറ്റേജ് വരുന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. Okay, first of all, the constitution is not merely a law book, it's India's operating system. അപ്പം ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമുക്ക് ഇന്ത്യൻ പൊളിറ്റിക്ക് 2 ശാഖകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ പൊളിറ്റി? നമ്മൾ സിലബസ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രക്ചറുകളാണ്. സോ എന്താണ് നമ്മളെ ഇന്ത്യൻ ഭരണ സംവിധാനം, ആ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് നിലനിൽക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചറുകൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കുന്നത്. ബട്ട് വാട്ട് അബൌട്ട് ദ ഗവേണൻസ്? ഗവേണൻസ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മെഷീനറീസ് വെച്ചിട്ട് സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെയാണ് ചേഞ്ചസുകൾ കൊണ്ടുവരുന്നത്, ആരൊക്കെയാണ് ചേഞ്ചസുകൾ കൊണ്ടുവരുന്നത്, ഇതിനെ നമ്മൾ ഗവേണൻസ് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് പാർലമെന്റ് ഉണ്ടെന്ന് പറയുന്നു, പ്രൈം മിനിസ്റ്റർ ഉണ്ടെന്ന് പറയുന്നു, വൈസ് പ്രസിഡന്റ് തുടങ്ങിയിരിക്കുന്ന ആളുകളെ പേരുകളൊക്കെ പഠിക്കും. ബട്ട് ഇവരൊക്കെ അവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കുന്നത്. ബട്ട് വാട്ട് അബൌട്ട് ഗവേണൻസ്? ഗവേണൻസിൽ പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പാർലമെന്ററി പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, പാർലമെന്റ് എങ്ങനെയാണ് ബില്ല് പാസ്സാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത് ഗവേണൻസിനാണ്. അതുപോലെ തന്നെ ഈ ബില്ല് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് കുറച്ച് ബില്ലുകളൊക്കെ കണ്ടല്ലോ, ബില്ല് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുണ്ടോ, ഗവർണറിന്റെ പവർ എങ്ങനെയാണ് നമ്മൾ ഫെഡറൽ സ്ട്രക്ചറിനെ താഴോട്ട് കൊണ്ടുവരുന്നത്, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ചുകൂടി കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗവേണൻസ് പഠിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്ക് മെയിൻ ആയിട്ട് രണ്ട് സ്ട്രക്ചറാണുള്ളത്. ഒന്ന് ഇന്ത്യൻ പൊളിറ്റി, അതിന്റെ സ്റ്റാറ്റിക് ഭാഗങ്ങളും, അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള ഇന്ത്യൻ ഗവേണൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗവും. അതുകൊണ്ടാണ് പറഞ്ഞത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് മിയർലി ലോ ബുക്ക്. ഇതൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മിയർലി ലോ ബുക്ക് മാത്രമല്ല, ഇതൊരു ഇന്ത്യൻ സ്ട്രക്ചറിന്റെ, അതായത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് നോക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് പൊളിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ, ദെൻ ദ റിയാലിറ്റി, അതായത് കഴിഞ്ഞ 11 വർഷമായിട്ട് പൊളിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ റിട്ടേൺസ് എങ്ങനെയാണ്, അത്രത്തോളമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, അതിന്റെ മാർക്ക് പെർസെന്റ് എത്രയാണ് വരുന്ന കാര്യങ്ങൾ. ദെൻ എന്തൊക്കെയാണ് ഇതിന്റെ ഗോൾഡൻ ടോപ്പിക്സ്? നമ്മൾ എക്കണോമിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ടോപ്പിക്സ് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്സ് ഇന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ പൊളിറ്റിക്കും ഉണ്ട് ദ മെയിൻ ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നമ്മളെ സ്റ്റഡി മെറ്റീരിയൽസ് എന്തായിരിക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പൊളിറ്റി പഠിക്കേണ്ടത്, എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സുമായി ലിങ്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ സെഷൻ കൂടി ഇന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇനി പൊളിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ പറയാം, പൊളിറ്റി ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിനെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഒരു IAS ആയിക്കോട്ടെ, ഒരു IPS ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിലേക്ക് മന്ത്രിമാരായിക്കോട്ടെ, ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ MP ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ്, സുപ്രീം കോർട്ട്, അതുപോലെ തന്നെ ഏത് ഭരണ സംവിധാനമായിക്കോട്ടെ, ഈ ഭരണ സംവിധാനത്തിനെ മൊത്തത്തിലാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ,
അപ്പം ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമായിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ CPU എന്നൊരു സാധനം ഉണ്ടായിരിക്കും അല്ലേ? CPUവിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഗെയിം കളിക്കാം അല്ലേ? കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഗെയിം കളിക്കാം, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നത് എവിടെയാണ്? പ്രോസസ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? അതിൻ്റെ CPU ആണ് അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ. അതിന്റെ ഒരു ഹാർഡ്വെയർ ലെവലിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ CPU എന്ന് പറയും. സോഫ്റ്റ്വെയർ ലെവൽ എന്തായിരിക്കും? സോഫ്റ്റ്വെയർ ലെവൽ വിൻഡോസ്, മാക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ എന്തൊക്കെയുണ്ട്? മന്ത്രിമാരുണ്ടായിരിക്കും, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുണ്ട്, എംപിമാരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ CAG ഉണ്ടാവും, AG ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് നിൽക്കുന്ന പല ഭരണ സംവിധാനങ്ങളും ഭരണ വ്യവസ്ഥിതികളും അതുപോലെ തന്നെ ഈ ഭരണത്തിനെ നിയന്ത്രിക്കാൻ ആവശ്യമുള്ള പല കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് പറയാം. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യേണ്ടത്? ഇപ്പൊ ചുമ്മാ ഓക്കെ ഞാൻ പ്രൈം മിനിസ്റ്റർ ആണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പറയാൻ പറ്റില്ല. ഞാൻ പ്രസിഡന്റ് ആണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, എനിക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട് എന്നൊന്നും നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. എന്താ പറയുന്നത്? ഓക്കെ, ബിക്കോസ് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വ്യക്തമായിട്ടുള്ള ചട്ടക്കൂട് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനാണ് പറയുന്നത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? പാർലമെന്റ്, സുപ്രീം കോർട്ട് ആൻഡ് ഗവൺമെന്റ്. അപ്പോൾ പാർലമെന്റ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ. പാർലമെന്റ് എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളെയാണ് നമ്മൾ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്ന സമയത്ത് പാർലമെന്റ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റുകളിലേക്ക് വരുന്ന സമയത്ത് നിയമസഭ. ഇപ്പൊ കേരളത്തിൽ നോക്കുന്ന സമയത്ത് നിയമങ്ങൾ നിർമ്മിക്കുന്ന എവിടെയാണ്? നിയമസഭയിലാണ് അല്ലെ? 140 മെമ്പേഴ്സ് ഉള്ള നിയമസഭയിലാണ്. ഇനി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നിയമങ്ങൾ എവിടെ തീരുമാനിക്കുന്നത്? അവിടെ രണ്ട് സഭകളുണ്ടല്ലേ? ബൈക്യാമറൽ സിസ്റ്റമാണ്. ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. ലോകസഭയിലും രാജ്യസഭയിലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെമ്പേഴ്സ് ആണുള്ളത് അല്ലെ? രണ്ടിൽ രണ്ട്, രാജ്യസഭ MP, അതുപോലെ തന്നെ ലോകസഭ MP എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാറില്ലേ? അപ്പം അവിടെയുള്ളത് അതിനാണ് പാർലമെന്റ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളും, കുറച്ച് വലിപ്പം കൂടുതൽ സ്റ്റേറ്റുകളും ഇത്തരം ബൈക്യാമറൽ സിസ്റ്റം ഉണ്ട്. കേരളം വളരെ ചെറിയ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് യൂണി ക്യാമറൽ സിസ്റ്റം ആയിട്ട് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, കാരണം നമ്മൾ കർണാടകയിൽ പോകുന്ന സമയത്ത് അവിടെ MLA ഉണ്ട്, MLC ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറും ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം എന്തൊക്കെയാണ് MLC, എന്താണ് യൂണി ക്യാമറൽ ആൻഡ് ബൈക്യാമറൽ സിസ്റ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ. ദെൻ നിർമ്മാണ വ്യവസ്ഥിതി അല്ലേ? നമ്മൾ 3 പില്ലേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ ആക്ച്വലി 3 പില്ലേഴ്സുകളാണ് വരുന്നത്. ഒന്ന് എന്താണ്? ഭരണ സംവിധാനം. ഭരണ സംവിധാനത്തിൽ ഒന്ന് എന്തൊക്കെയാണ് അതിന്റെ ഭരണ സംവിധാനം? പാർലമെന്റ് നിയമങ്ങൾ നിർമ്മിക്കണം അല്ലേ? ഒരു നിയമം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആൾക്കാരെ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ല? ചുമ്മാ പോയിട്ട് ഭരിക്കാൻ സാധിക്കില്ലല്ലോ. ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ നിയമങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു നിയമ നിർമ്മാണ സഭ ഉണ്ടായിരിക്കണം. അതാണ് പാർലമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അതായത് ഒരു MLAക്ക് നേരിട്ട് പോയി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു, അല്ലെങ്കിൽ അത് സൊസൈറ്റിയിലേക്ക് എങ്ങനെ എത്തുന്നു? ഇത് ആരാണ് എത്തിക്കുന്നത്? എക്സിക്യൂട്ടീവ്സ് ആണ് അല്ലേ? എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? മന്ത്രിമാരാണ് അല്ലേ? മന്ത്രിമാരാണ് പല കാര്യങ്ങളും. നമുക്കറിയാം കേരളത്തിൽ പോലും പല എന്താണ് ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് പല മന്ത്രിമാരാണ് അല്ലേ? ഇപ്പൊ നമുക്ക് എന്താണ് വനം വകുപ്പ് മന്ത്രി, അതുപോലെ വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹമായിരിക്കാം. അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഹോം മിനിസ്റ്റർ എന്താണ് നമ്മുടെ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പല മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ നമുക്കറിയാം അല്ലേ? അപ്പൊ ആക്ച്വലി അവർ അവിടെ നടക്കുന്ന കാര്യങ്ങളെ എക്സിക്യൂട്ട്, ദാറ്റ് മീൻസ് അത് പ്രോപ്പർ ആക്കി ചെയ്യുന്നതാണ് അവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ MLA ഓർ MLC ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാമെന്ന് മാത്രം പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് അവിടെ ഫോം ചെയ്യും അല്ലെ? നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, MLAമാർ MP മാർ മാത്രമാണോ? ഇല്ല, ഒരു ഗവൺമെന്റ് ഫോം ചെയ്യും അല്ലെ? അത് പല പാർട്ടിയിലെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യും. അപ്പൊ ഇതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനിയിപ്പം MLAമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പാർലമെന്റിന്റെ അകത്ത് തന്നെ നമ്മൾ ഗവൺമെന്റ് ഫോം ചെയ്തു. ഇനി ഈ ഗവൺമെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും നിയമത്തിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പം മന്ത്രിമാർ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. ആ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാളുള്ളത്? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഭരണഘടനയാണത് അല്ലേ? നമ്മുടെ ഭരണഘടനേന്റെ വിരുദ്ധമായിട്ട് ഇവർക്ക് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ അവർ നിയമനിർമ്മാണം ഉണ്ടാക്കുന്നു, ഭരണ വിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ ആരാണ് അവരെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്നത്? അവരെ ബ്ലോക്ക് ചെയ്യേണ്ടത് സുപ്രീം കോടതിന്റെ ഉത്തരവാദിത്തമാണ്. ബിക്കോസ് സുപ്രീം കോടതിയാണ് അവിടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പൊ സുപ്രീം കോടതിയാണ് ദ ജുഡീഷ്യറി, നമുക്ക് ഇക്വാലിറ്റി, ജസ്റ്റിസ് നൽകുന്ന ഒരു ഏരിയ. അപ്പൊ ഇനി ഭരണ സംവിധാനം എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയാൽ പോലും നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിസോർട്ട് എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ജുഡീഷ്യറി ആണ്. അപ്പൊ ഇതാണ് ആക്ച്വൽ ഇതിന്റെ 3 പില്ലേഴ്സ് ആണ്. അതായത്
ഭരണ സംവിധാനത്തിന് ആവശ്യമുള്ള നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഭയാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നു. അതിനകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നു. ഇവർ എക്സിക്യൂട്ട് ചെയ്ത് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ പുറം സൊസൈറ്റിയിൽ എത്തിയതിനു ശേഷം സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ കംപ്ലയിന്റ് ചെയ്യാൻ സാധിക്കും? നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതുവഴി ഈ ഭരണം നല്ലതാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ജുഡീഷ്യൽ അവിടെ ഉണ്ട്. ഇതാണ് 3 പില്ലേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു 4th പില്ലറും കൂടി ഉണ്ട്. അതാണ് മീഡിയാസ് എന്ന് പറയുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും അല്ലെ? ഇപ്പം ഡൽഹിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കുന്നു, നമ്മൾ അറിയുന്നില്ല അല്ലെ. പലപ്പോഴും നമ്മൾ പല കേസുകളും നമ്മൾ അറിയുന്നത് മീഡിയാസ് വഴിയാണ്. അപ്പോൾ 4th ആൻഡ് ഇൻവിസിബിൾ ആയിട്ടുള്ള പില്ലറാണ് ദ മീഡിയാസ് എന്ന് പറയുന്നത്. UPSC ഇത് പഴയ ബുക്കിൽ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല, ബട്ട് എപ്പോഴും നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മീഡിയാസ് ഒരു 4th പില്ലറായിട്ട് 4th ആൻഡ് ഇൻവിസിബിൾ പില്ലറായിട്ട് എഴുതി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഫോർ എക്സാമ്പിൾ പാർലമെന്റ് നിയമം ഉണ്ടാക്കുന്നു, അത് എക്സിക്യൂട്ടീവ് മന്ത്രിമാർ പുറത്തേക്ക് ഇറക്കും, നമ്മളൊന്നും അറിയുന്നില്ല. നമ്മളത് അറിയുന്ന സമയത്താണ് സെൻസേഷണൽ ന്യൂസ് ആയിട്ട് മാറുന്നതും ജുഡീഷ്യറിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. പല കേസുകളും ജുഡീഷ്യറിയുടെ അടുത്തേക്ക് എത്തുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂസ് വഴിയാണ്. ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു സയന്റിസ്റ്റ് അവിടെ നിരാഹാരം കിടക്കുന്ന സമയത്താണെങ്കിലും കേരളത്തിൽ നിന്നും സ്റ്റേറ്റിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയാസ് വഴി നമ്മൾ അറിയുന്നതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ഇവരൊക്കെ ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ആരുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്? എല്ലാം സിറ്റിസൺസ് അല്ലേ. സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത്. ഓക്കെ, സോ എവരി അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ ഡ്രോസ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദിസ് എക്സാക്ട് ബ്ലൂ പ്രിന്റ്. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്? ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരെല്ലാത്തിൻ്റെയും അതോറിറ്റി ഡ്രോ ചെയ്യുന്ന എവിടെ നിന്നാണ്? ആക്ച്വലി സിറ്റിസണിൽ നിന്നാണ് അതിൻ്റെ അതോറിറ്റി ഡ്രോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ജനങ്ങളെ മറികടന്ന് ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവർ ചെയ്യുന്നത് ഓക്കെ, ഇവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ജനങ്ങളെ മറികടന്ന് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർ അതോറിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതായത് അതോറിറ്റി അവർ ഡ്രോ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിൽ നിന്ന്, അതായത് ഇന്ത്യൻ ജനങ്ങളിൽ നിന്നാണ് ഇവർ ഈ അതോറിറ്റി ഡ്രോ ചെയ്യുന്നത്. അല്ലാതെ അവർ സക്സസസ് ആയിട്ട് വന്ന് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്ന് ഈ പറഞ്ഞ തലത്തിലെത്തുന്ന ആളുകളെല്ലാം അവരെവിടെയാണ് അതോറിറ്റി എവിടെ ഡ്രോ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നിയമസഭയെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ മന്ത്രിമാരെ നമുക്ക് മാറ്റാം, ജുഡീഷ്യറിയിൽ നമുക്ക് ഇഷ്യൂസുകൾ ഉണ്ടാക്കാം. ബട്ട് അതോറിറ്റി, ദ ഫൈനൽ അതോറിറ്റി വിൽ ബി റെസ്റ്റ് ഇൻ ദ ഇന്ത്യൻ സിറ്റിസൺസ്. ഓക്കെ, സോ ഇനി നമുക്ക് പൊളിറ്റിയിലേക്ക് നടക്കാം. സോ എന്താണ് പൊളിറ്റി എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വൈ എവറി സിവിൽ സർവൻറ്റ് മസ്റ്റ് ലേൺ പൊളിറ്റി? എന്തിനാണ് എല്ലാ സിവിൽ സർവീസ് ഓഫീസേഴ്സും പൊളിറ്റി പഠിക്കാൻ പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ദ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എവറി ഓർഡേഴ്സ് ഡ്രോ ഫ്രം എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി സോഴ്സ്. അതായത് നമ്മൾ എക്സിക്യൂട്ട്, ഇപ്പം നിങ്ങൾ നാളെ IPS ഓർ IAS അല്ലെങ്കിൽ IRS അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസുകൾ എത്തുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു നിയമം നിങ്ങൾ പാസ്സാക്കാൻ പോകുന്നു. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിയമ സംവിധാനങ്ങളെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. ദാറ്റ് മീൻസ് എന്ത് ഓർഡർ ആയിക്കോട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹോം മിനിസ്റ്റർ, നിങ്ങളൊരു IPS ഓഫീസറാണ്, ഹോം മിനിസ്റ്റർ നിങ്ങളോട് പുതിയൊരു നിയമം ഇറക്കാൻ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങളോട് നിയമം അവർ ഇറക്കിയതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നു. നമ്മൾ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബ്യൂറോക്രാസിന്റെ മെയിൻ പരിപാടി. അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബ്യൂറോക്രാസിന്റെ മെയിൻ ഒരു എന്താണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ലെജിറ്റിമേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന നമ്മൾക്ക് എന്ത് വേണം അല്ലെ? IAS എന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ല. അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ പൊളിറ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റാറ്റ്യൂട്ടറി സോഴ്സ് എന്ന് വന്നിരിക്കുന്ന എന്തെങ്കിലും ലോ ആയിരിക്കും. ദെൻ ഗവേണൻസിലേക്ക് വരുന്ന സമയത്ത് ദ ഡിസൈൻ പ്രിൻസിപ്പൾ ബിഹൈൻഡ് RTA. ഓക്കെ, RTA ആൻഡ് ഇ ഗവേണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പം ഗവേണൻസ് പറയുന്ന സമയത്ത് എന്താണ്? ഭരണ സംവിധാനത്തിൽ ഇപ്പം നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം, നമ്മൾ എന്താണ് RTA ഫയൽ ചെയ്യും അല്ലേ. അപ്പോൾ RTA ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മുടെ ഗവൺമെന്റിന്റെ പൈസ എങ്ങനെ ചിലവായി, എങ്ങനെയാണ് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ ഗവേണൻസ്, അക്കൗണ്ടബിലിറ്റി. ഒരു ഗവൺമെന്റ് എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കണം. അക്കൗണ്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളായിരിക്കണം. അപ്പം നമ്മൾ സൊസൈറ്റി, നമ്മൾ ആസ് എ ബ്യൂറോക്രാറ്റ് ആയിരിക്കും, സിവിൽ സർവൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഗവേണൻസ് വളരെ മസ്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ പ്ലേ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഗവേണൻസ് എവിടെ നിന്ന് പഠിക്കുന്നു? ഈ പൊളിറ്റിയിൽ നിന്ന് പഠിക്കുന്നു. ദെൻ പബ്ലിക് പോളിസി, ആൻറ്റിസിപ്പേറ്റിംഗ് ലീഗൽ റിസ്ക് ഇൻ പോളിസീസ് ബിഫോർ ജുഡീഷ്യൽ റിവ്യൂ. അതായത് നമ്മളിപ്പം ഒരു നിയമസഭയിൽ പലപ്പോഴും ഈ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന പാർലമെന്റിലൊക്കെ ഈ അവരുടെ സ്കെൽട്ടൺ സ്ട്രക്ചർ മാത്രമേ മേക്ക് ചെയ്യൂ. അതായത് ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് നിയമത്തിന്റെ സ്കെൽട്ടൺ സ്ട്രക്ചർ മാത്രമേ മേക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഫ്ലഷുകളും കാര്യങ്ങളൊക്കെ വെച്ച് അതിന് മനുഷ്യരൂപമായിട്ട് കോലത്തിലേക്ക് പുറത്തേക്ക് ഇറക്കുന്നത് അവിടെയുള്ള പല പാർലമെന്ററി കമ്മിറ്റികളാണ്. ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാലോ, നിയമസഭയിലേക്ക്, ഞാൻ കളിയാക്കുന്നല്ല, നിയമസഭയിൽ എല്ലാ ആൾക്കാർക്കും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. എല്ലാവർക്കും വിദ്യാഭ്യാസം വളരെ കുറവുള്ള കാര്യമാണ് അല്ലേ. നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ MLA മാരൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു നിയമനിർമ്മാണം നടത്താൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നിയമത്തിനെ ഫുൾ അതിന്റെ പഴുതടച്ച് പരിശോധിച്ച് ഒരു നിയമം മാർക്കറ്റിലേക്ക് ഇറക്കാൻ അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇറക്കാൻ ആവശ്യമായിട്ടുള്ള
ഒരു ബുദ്ധിശക്തിയൊന്നും അവർക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു നിയമം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അത് പ്രോപ്പറായിട്ട് നിയമം സൊസൈറ്റിയിൽ ഇറക്കുന്ന ആരാണ്? അതൊരു ബ്യൂറോക്രാറ്റിക് ടീമാണ്. ചിലപ്പോൾ സീനിയർ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആയിരിക്കും. അപ്പോൾ പബ്ലിക് പോളിസികൾ, അതിനെ നമ്മൾ പബ്ലിക് പോളിസികൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് പോളിസികൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇറക്കുന്ന സമയത്ത് അതിന് ജുഡീഷ്യൽ റിവ്യൂ, അതായത് ആളുകൾക്ക് എല്ലാ ആൾക്കാർക്കും ഓക്കെ ആണോ, ഇഷ്യൂസ് സംഭവിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യുന്നത് ബ്യൂറോക്രാറ്റ്സ് ആണ്. അപ്പം നമുക്കതിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ കണ്ടിരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുതിയൊരു മന്ത്രിസഭ വന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം? നിങ്ങൾക്ക് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ വണ്ടികൾക്ക് മോഡിഫിക്കേഷൻ ഞങ്ങൾ ചെയ്യാൻ അനുവദിക്കും ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ തന്നെ. ഇപ്പം ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ എന്ത് പറഞ്ഞാണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തേ പറ്റും അല്ലേ, വേറെ ചെയ്യാതിരിക്കാൻ. സോ അതവർ പറഞ്ഞത് കൊണ്ട് ഇൻ പൊളിറ്റിക്സിലേക്ക് നോക്കുന്ന സമയത്ത് അവരെ പറഞ്ഞ കാര്യങ്ങൾ അവർ വാഗ്ദാനം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി വന്ന് അവരെ എന്താണ് പ്രഷറൈസ് ചെയ്യും. അവര് എന്താണ് ആളുകളുടെ മുന്നിൽ വിലയില്ലാത്ത കണ്ടീഷൻസിലേക്ക് പോകും. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പോയി അല്ലേ, അപ്പോൾ എന്തായാലും ഇത് പാലിച്ചേ പറ്റൂ. പക്ഷെ പാലിക്കാൻ നോക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം അല്ലേ. KSRTC എല്ലാ ആൾക്കാരും ഫ്രീ സൗജന്യ യാത്ര കൊടുത്ത് എന്ത് സംഭവിക്കും? മൊത്തത്തിൽ ഗവൺമെന്റ് നഷ്ടത്തിലേക്ക് പോലെ KSRTC മൊത്തം അടച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റിവ്യൂ ചെയ്യുന്ന ആരായിരിക്കും? ഒരു സെറ്റ് ഓഫ് ബ്യൂറോക്രാറ്റുകളാണ് റിവ്യൂ ചെയ്യുന്നത്. സർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമാക്കി മാറ്റാം, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാക്കാം, എന്നാൽ നമുക്ക് ഇത്ര ചെലവുകൾ തരില്ല, നമുക്കത് മറ്റു രീതിയിലേക്ക് നമുക്ക് തിരിച്ചെടുക്കാം അല്ലേ. അതേ സാധനം, അതായത് അവിടെ ചെലവാക്കാത്ത പൈസ തിരിച്ച് ഗവൺമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെന്ത് തുടങ്ങി? പിങ്ക് ചിട്ടി എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയില്ലേ. അപ്പം സർക്കിൾ ചെയ്ത് നമ്മുടെ ഈ ഗവൺമെന്റ് അണ്ടറിലേക്ക് തന്നെ പൈസ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ജുഡീഷ്യൽ റിവ്യൂലേക്ക് പോവാതെ, അതായത് ഒരു നിയമം ഉണ്ടാക്കി സൊസൈറ്റിയിലേക്ക് ഇറക്കി നമ്മളെല്ലാവരും അതിനെ എതിർത്ത് അതിന് ജുഡീഷ്യൽ റിവ്യൂവിന് പോവാതെ അതിന് മുന്നേ തന്നെ ഓക്കെ ആളുകൾക്ക് അത് ശരിയാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതും അതിന് പ്രോപ്പർ റെക്ടിഫിക്കേഷൻ കൊടുക്കുന്നതും ഒരു സെറ്റ് ഓഫ് ബ്യൂറോക്രാറ്റ്സ് ആയിരിക്കും. അത് പലപ്പോഴും ഒരു പാർലമെന്ററി കമ്മിറ്റികളായിരിക്കും അല്ലെ. നിയമസഭയിലും പല പല കമ്മിറ്റികളുണ്ട്. ഓക്കെ, ദെൻ ഡെമോക്രസി ഓപ്പറേറ്റ് ദ മെഷീനറി ഓഫ് എലക്ഷൻസ് ആൻഡ് ആന്റി ഡിഫെക്ഷൻസ്. പിന്നെ ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ജനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന അധികാരികളെ എലക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ. അതുപോലെ തന്നെ ഡെമോക്രസിയിലേക്ക് ആ സമയത്ത് ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഇലക്ഷൻ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത്, ഇലക്ഷൻ പ്രോട്ടോകോൾസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തുടങ്ങിയ എൻറ്റയർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആയിരിക്കും. കണ്ടില്ലേ, പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ഒരിക്കലും പ്രധാനമന്ത്രി പോലും വന്നാൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന ആരായിരിക്കും? സിവിൽ സർവീസ് ഓഫീസർ ആയിരിക്കും അല്ലെ. പ്രധാനമന്ത്രിയൊക്കെ ഒരു ഇലക്ഷൻ നോമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എഴുന്നേൽക്കാൻ പാടില്ല. അത് പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് മാത്രമാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ നരേന്ദ്രമോദി, അദ്ദേഹമാണല്ലോ പ്രധാനമന്ത്രി, അദ്ദേഹം ഈ നോമിനേഷൻ കൊടുക്കുന്ന പലപ്പോഴും ന്യൂസിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ നോമിനേഷൻ കാണിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ നിൽക്കുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിരിക്കും അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ റിട്ടേണിംഗ് ഓഫീസറിന്റെ കയ്യിലേക്ക് ഇദ്ദേഹം നിന്നിട്ടാണ് നോമിനേഷൻ സമർപ്പിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും? IS ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസറുള്ള ജില്ലാ കളക്ടർ എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് അത് വാങ്ങുന്നു, അത് വെരിഫൈ ചെയ്യുന്നു, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഡെമോക്രസിയുടെ ഏറ്റവും സവിശേഷമായ ഈ ഒരു ഭാഗത്ത് ഏറ്റവും മുഖ്യ ഘടകം വഹിക്കുന്നത് ഇത്തരം IS ഓഫീസേഴ്സ് ആണ്. ദാറ്റ് മീൻസ് സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആണ്. IS മാത്രമല്ല, IPS ആണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെതായ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവർ പലപ്പോഴും ഈ പറഞ്ഞൊക്കെ നമ്മുടെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ടിംഗ് ബാലറ്റുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന SP ഓർ കമ്മീഷണറുടെ ചുമതലയായിരിക്കും. ദെൻ എത്തിക്സിലേക്ക് വരുന്ന സമയത്ത്, പൊളിറ്റി പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ എത്തിക്കലി നമ്മൾ ഓക്കെ ആവുന്നത്? നമ്മൾ പ്രിയാമ്പിൾ പഠിക്കുന്നുണ്ട്. GS പേപ്പർ 4 നമ്മൾ എത്തിക്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രിയാമ്പിളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റീനെ നമ്മൾ മുന്നോട്ട് നോക്കേണ്ടത് ചുമ്മാ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് ആ ചട്ടക്കൂടിലേക്ക് എല്ലാവരും കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളല്ല നമ്മുടെ ഈ ആമുഖത്തിൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് അതിനൊക്കെ വ്യക്തമായുള്ള എത്തിക്സുകളുണ്ട്. നമ്മൾ പൊളിറ്റി പഠിക്കുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കൊക്കെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ആർക്കൊക്കെയാണ് കള്ളത്തരം ചെയ്യുന്നത്, ആരൊക്കെയാണ് നല്ല ആളുകൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ എത്തിക്കലി കുറച്ചുകൂടി ഓക്കെ ആകാൻ പറ്റും ആസ് എ സിവിൽ സർവീസ് ഓഫീസർ ആവുന്ന സമയത്ത്. ഇന്റർവ്യൂയിലേക്ക് ആണെന്നുണ്ടെങ്കിലും പ്രൂവ്സ് യു ക്യാൻ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനലി നോട്ട് ജസ്റ്റ് റീകോൾ ഫാക്ട്സ്. അപ്പം നമുക്ക് ഒരു ഇന്റർവ്യൂ എത്തുന്ന സമയത്താണെങ്കിലും പ്രോപ്പറായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സിവിൽ സർവീസ് ഓഫീസർ ആയതിനു ശേഷം, ഓഫീസർ ആവുന്നതിന് മുന്നുള്ള ഇന്റർവ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസർ ആയതിനു ശേഷം ഇന്റർവ്യൂ ആകുന്ന സമയത്താണെങ്കിൽ പോലും പലതരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചോദ്യങ്ങളാണ് നിങ്ങളെ മുന്നിലേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് അത് വൈസായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് ചിന്തിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിറ്റി വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. നിങ്ങൾക്ക് എന്താണ് പ്രോട്ടോകോൾസ് എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പോർട്രേ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് സിവിൽ സർവീസ് പൊളിറ്റി എന്തിനാണ് ഒരു സിവിൽ സർവീസ് ഓഫീസർ പഠിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം.
സോ ഇനി പൊളിറ്റിക്ക് മറ്റൊരു വെച്ചാൽ ദ മൾട്ടിപ്ലയർ എഫക്റ്റ്. വാട്ട് ഇസ് മൾട്ടിപ്ലയർ എഫക്റ്റ്? ഒരു സബ്ജക്റ്റ് ഒരുപാട് പേപ്പേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരേ ഒരു സബ്ജക്റ്റ്, പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രം നമ്മൾ പഠിക്കണം, പക്ഷേ ഒരുപാട് പേപ്പേഴ്സിന് നമുക്ക് യൂസ്ഫുൾ. ഏതൊക്കെ പേപ്പേഴ്സിനാണ്? വൺസ് ഒന്ന് പ്രിലിംസ്, അതുപോലെ തന്നെ ജി എസ് പേപ്പർ 2. പൊളിറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് ജി എസ് പേപ്പർ 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എസ് എ പേപ്പറിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലേ? പല പല എത്തിക്കൽ മൊറാലിറ്റികളും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റികളും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എസ് എ പേപ്പറിൽ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എത്തിക്സിലാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. എത്തിക്സിൽ നമ്മൾ എത്തിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളവിടെ കാണിക്കുന്ന സമയത്ത് എന്ത് വേണം? നമുക്ക് പൊളിറ്റിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞുതരാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എത്തിക്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് പൊളിറ്റി ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കലിലേക്ക് വരുന്ന സമയത്ത്, എത്തിക്സിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് സമയത്താണ് ഇത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് സമയത്ത് എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റി അത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ആയിട്ടുള്ളത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെസൊല്യൂഷൻ്റെ അകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ആരെയും കോപ്പി അടിച്ച് ചെയ്യണമല്ല, അതിന് കുറേ എത്തിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം. ചുമ്മാ ആളുകളിലേക്കൊക്കെ ഞങ്ങളാണ് വലിയ ഭരണാധികാരി, ഞങ്ങളാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കണം എന്നല്ല, കുറേ എത്തിക്കൽ പെർസ്പെക്റ്റീവ് അദ്ദേഹം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പൊളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്തിക്കലി ഭയങ്കര കണക്കുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ദെൻ ദ ഫൈനൽ ഇന്റർവ്യൂ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പൊളിറ്റി നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മറ്റ് മെനി പേപ്പേഴ്സ് എന്ന് പറയുന്നത്? പ്രിലിംസിൽ ഏകദേശം 15 ക്വസ്റ്റ്യൻസ് ആണ് പെർ ഇയർ, ആവറേജ് 15 ക്വസ്റ്റ്യൻസ് ആണ് UPSC നിന്ന് ചോദിക്കാറുള്ളത്. 15 മുതൽ 15 to 20 ക്വസ്റ്റ്യൻസ് എന്താണ് പ്രിലിംസിൽ ചോദിക്കാറുണ്ട്. ഇനി ജി എസ് പേപ്പർ 2ലേക്ക് നോക്കുന്ന സമയത്ത് ടോട്ടലുള്ള 250 മാർക്കിന്റെ ടോട്ടൽ ഏകദേശം 75% ക്വസ്റ്റ്യൻസ് ഫ്രം പൊളിറ്റിയാണ്. അപ്പോൾ ജി എസ് പേപ്പർ 2 നമ്മൾ സിലബസ് എക്സ്പ്ലനേഷൻ നിങ്ങൾ കാണുന്നിരിക്കുന്നത്, കണ്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് സെഷൻ കാണാം, സിലബസ് എക്സ്പ്ലനേഷൻ. അതിനകത്ത് 3 തലങ്ങളായിട്ട് പറയുന്നത്, ഒന്ന് ഇന്ത്യൻ പൊളിറ്റി, അതുപോലെ തന്നെ ഗവേണൻസ്, ദെൻ ഇന്റർനാഷണൽ റിലേഷൻസ്. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൈക്ക് മ്യൂട്ടാണോ എന്നുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ അതൊന്ന് പറയാം, അതിനുശേഷം എന്താണ് അത് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ജി എസ് പേപ്പർ 2 സിലബസ് എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഗവേണൻസ് ഉണ്ട്, ദെൻ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ് അടങ്ങുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പൊളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന പൊളിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ പൊളിറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ സ്റ്റാറ്റിക് പോർഷൻസും, ഗവേണൻസ് പറഞ്ഞിരിക്കുന്ന നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സിലൂടെയാണ് ഗവേണൻസ് പഠിക്കുന്നത്. ഭരണം എങ്ങനെയാണ് നടക്കുന്നത് അതാണ് ഗവേണൻസ്. അത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് അഫയേഴ്സിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളെ കറണ്ട് അഫയേഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളൊന്ന് സബ്ജക്റ്റിലൊന്ന് നിങ്ങളൊന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. കറണ്ട് അഫയേഴ്സ് നോട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് ടെസ്റ്റ് മുതൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം 75% മാർക്ക് നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് വരും. മെജോറിറ്റി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇനി എസ് എ പേപ്പറിൽ ഡെമോക്രാറ്റിക് ആൻഡ് ഫെഡറലിസം തീംസ്. അപ്പം എസ് എ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാത്തൊരു ഏരിയ ആയിരിക്കും എസ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ടോപ്പിക് തന്നതിന് ശേഷം ആ ടോപ്പിക്കിനെ പറ്റി വ്യക്തമായിട്ട് ഒരു 1200 മുതൽ 1500 വേർഡ്സ് ചെയ്യുന്നതാണ് എസ് എ എന്ന് പറയുന്നത്. അപ്പോൾ എസ് എ എന്ന് പറഞ്ഞിരിക്കുന്ന പേപ്പറിന് പ്രത്യേകത അതൊരു ഫ്ലോ ഓഫ് ആൻസറിങ് ആണ് അവിടെ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോ ഓഫ് ആൻസറിങ്ങിൽ പലപ്പോഴും നിങ്ങൾ ഒരു ടോപ്പിക്കിൻ്റെ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ അതിൻ്റെ ഫെഡറൽ തീംസുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഓക്കെ, ഒരു കണക്ഷൻസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റി എപ്പോഴും അവിടെയും കണക്ഷൻസ് ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്തിക്സിൽ നേരത്തെ പറഞ്ഞ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഇൻ ദ കേസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന ലെവലിൽ നിങ്ങൾക്ക് അവിടെ എങ്ങനെ കണക്ഷൻ കിട്ടും? എത്തിക്സ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് എന്താണ് മൊറാലിറ്റി എന്നുള്ള കാര്യങ്ങൾ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് മൊറാലിറ്റി ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ പണ്ടേ നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ തല്ലി താർക്കൂലായിരുന്നോ അല്ലേ? ആർട്ടിക്കിൾ 21 റൈറ്റ് പ്രൈവസി എന്ന് പറയുന്നു. ഇനി ആർട്ടിക്കിൾ 21 നിനക്ക് സാധനം ഇല്ലെങ്കിലോ, നമ്മുടെ പ്രൈവസി എല്ലാവരും കാര്യം ഇടപെടാണെന്നുണ്ടെങ്കിലോ നമ്മളിപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ വിശ്വസിക്കുമോ? ഇല്ല. ആർട്ടിക്കിൾ 14 റൈറ്റ് ഇക്വാലിറ്റി, നമുക്ക് ഇക്വാലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കും അല്ലേ? നമുക്ക് ഒരു പൂർണ്ണമായിട്ടും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ ഭരണഘടന മാനിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ എന്തുകൊണ്ടാണ് ഭരണഘടന നമ്മൾ ഇപ്പോഴും മാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും അതിനെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ്? നമ്മുടെ ആളുകളുടെ എത്തിക്കൽ പെർസ്പെക്റ്റീവ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എത്തിക്സ് പേപ്പറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്റർവ്യൂ, ഇൻസ്റ്റിറ്റ്യൂഷണൽ തിങ്കിങ് അണ്ടർ പ്രഷർ. അപ്പോൾ ഇന്റർവ്യൂ വരുന്ന സമയത്ത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻ പേപ്പറിലേക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിലേക്ക് എത്തുന്ന സമയത്ത്, പേഴ്സണൽ ടെസ്റ്റിന് പോകുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളെ പ്രഷറൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്.
പൊളിറ്റി, എക്കണോമി, ഇന്റർനാഷണൽ റിലേഷൻസ് തുടങ്ങിയ ക്വസ്റ്റൻസിലാണ് നിങ്ങളെ കൂടുതലും ഏറ്റവും കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പൊളിറ്റി സബ്ജക്റ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ പൊളിറ്റിയിൽ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു സിറ്റുവേഷൻ, ഇപ്പോൾ ലഡാക്കിൽ ആ ഒരു എൻവയറമെന്റലിസ്റ്റ്, ഓക്കെ, സോനം വാങ്ചോക്ക്, അദ്ദേഹം ഈ ഒരു ഫാസ്റ്റ് അൺ ടു ദ ഡെത്ത് അദ്ദേഹം ചെയ്തു നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണോ, അല്ലെങ്കിൽ ഇത് സൊസൈറ്റിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രഷർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം മറ്റെന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ എന്താ പറയുന്നത്, ഓക്കെ, മറ്റേതിന് മറ്റ് മോട്ടീവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അദ്ദേഹം പാവമാണ്, അതാണ് ഇതാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞോ, അപ്പൊ തന്നെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അത് പറയാൻ പോയി എന്നുള്ള കാര്യങ്ങൾ വരും. നമ്മളൊന്നും ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ മീഡിയാസ് എന്ത് പറയുന്നു, സോഷ്യൽ മീഡിയാസ് എന്ത് പറയുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വിചാരിച്ച് നമ്മൾ ചിന്താഗതി എടുക്കാൻ പാടില്ല. നമുക്കിവിടെ വളരെ വ്യക്തമായിട്ടുള്ള വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അവരെല്ലാവരും അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ അവരെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് നോക്കിയ ശേഷം മാത്രമേ അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അവഗണിക്കാനോ പാടുള്ളൂ. ആ ഇന്റർവ്യൂവിൽ പലപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ തരത്തിലായിരിക്കും. ഓക്കെ, അല്ലാതെ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെൽ ഇൻഫോംഡ് ആയ ഡിസിഷൻസ് ഉണ്ടായിരിക്കണം. എത്ര വലിയ ക്രിട്ടിക്കൽ പ്രഷർ വന്നാൽ പോലും നിങ്ങൾക്ക് പൊളിറ്റി എന്ന് പറഞ്ഞ സബ്ജക്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അവിടെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്ന സമയത്ത് ലഡാക്കിന്റെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കാം. അദ്ദേഹം ഒരു എൻവയറമെന്റലിസ്റ്റ് ആണ് അല്ലേ. അദ്ദേഹം ലഡാക്കിലെ ആൾക്കാർ അറിയില്ല. ലഡാക്ക് ഇപ്പോൾ ഒരുപാട് മാറി. പണ്ടത്തെ ലഡാക്ക് പോലെ ഇപ്പോഴത്തെ ലഡാക്കിലെ ആൾക്കാർ മാറി. ഒരുപാട് സിറ്റുവേഷൻസ് മാറി. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നിരാഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൽ ശരി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ദെൻ കറണ്ട് അഫയേഴ്സിൽ 90% കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പൊളിറ്റി ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ എടുത്ത് നോക്കും. അതിൽ എപ്പോഴും ഒന്നുകിൽ ഗവർണർ ഇഷ്യൂ, അല്ലെങ്കിൽ എന്താണ് മന്ത്രിമാർ ഇഷ്യൂ, പാർലമെന്റ്, ക്യാബിനറ്റ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പല കാര്യങ്ങളെ ബന്ധപ്പെട്ട് ഏതൊരു ന്യൂസ് നോക്കിക്കോട്ടെ അതിൻ്റെ അകത്ത് 90%ഓളം പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് പൊളിറ്റി പഠിക്കാൻ ഭയങ്കര കഷ്ടപ്പാടുന്നില്ല. നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ സ്റ്റാറ്റിക് പഠിക്കും. എന്താണ് പൊളിറ്റി, എന്താണ് പ്രസിഡന്റ്, എന്താണ് പ്രൈം മിനിസ്റ്റർ, എന്താണ് പാർലമെന്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അങ്ങനെയാണ് നിയമം ഉണ്ടായി വരുന്നത്, നിയമം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ എന്താണ് പ്രസിഡന്റ്, എന്താണ് പാർലമെന്റ് പ്രൊസീജിയേഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് മെയിൻസ് എക്സാമിന് ചോദിക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വേസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ബട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് പൊളിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പൊളിറ്റി എന്നല്ല, ഏത് സബ്ജക്ട് എടുത്തു നോക്കുന്ന സമയത്തും ഹിസ്റ്ററി പോലെ സബ്ജക്ട് ഒഴിവാക്കിയപ്പോൾ മാറ്റി നിർത്താം. പൊളിറ്റി, എക്കണോമി പോലത്തെ ലോജിക്കൽ തിങ്കിങ് വരുന്ന സബ്ജക്റ്റിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്റ്റാറ്റിക് കുറച്ച് ഏരിയാസ് ഉണ്ട്. ഈ സ്റ്റാറ്റിക് ഏരിയാസ് പഠിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ സിവിൽ സർവീസിൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. ഇവൻ ഒരു പ്രിലിംസിലെ ക്വസ്റ്റൻസ് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മെയിൻസിലേക്ക് നിങ്ങൾക്ക് അടുക്കാനേ പറ്റില്ല. മെയിൻസിൽ എടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റാറ്റിക് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഡൈനാമിക് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി അതിന് ഉത്തമമായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഒരു നിയമം പാസ്സാക്കിയതിന് ശേഷം ഗവർണർ എന്ത് ചെയ്യുന്നു, ഗവർണറിന് ഒപ്പിടാൻ വേണ്ടിയിട്ട് ബില്ല് കൊടുക്കുന്നു. ഗവർണർ ആ ബില്ല് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അതായത് കേരളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു ബില്ലാണ്, കേരളത്തിലെ എല്ലാ ജനങ്ങളും നോക്കി നിൽക്കുന്ന ഒരു ബില്ലാണ്. ഗവർണർക്ക് കൊടുക്കുന്നു ലാസ്റ്റ് സൈന് വേണ്ടിയിട്ട്, നിയമമാവാൻ വേണ്ടിയിട്ട് ഗവർണർ വിത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഗവർണർ അത് ഒപ്പിടാതെ പിടിച്ചു നിർത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ ഗവർണർ ആൻഡ് ഗവൺമെന്റ് തമ്മിലുള്ള ഒരു ടെസ്റ്റിൽ വരും അല്ലേ. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സോണം വാങ്ചുവിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാനൊക്കെ പറ്റണം. അതാണ് പൊളിറ്റിയുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് ഏരിയ എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന സമയത്തും കറണ്ട് അഫയേഴ്സിലെ കാര്യങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് പഠിക്കാമെന്ന് മാത്രമല്ല, സ്റ്റാറ്റിക്കുമായിട്ട് കണക്ട് ചെയ്ത് മാത്രം പഠിക്കാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് നിങ്ങളെ മൈൻഡിൽ എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, ഇഷ്യൂസുകൾ പഠിക്കാം, ബട്ട് സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് പ്രിലിംസിന്റെ എവിഡൻസ് നോക്കാം. 2015 മുതൽ 25 വരെയുള്ള ക്വസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എക്കണോമിയിൽ 14.7% ക്വസ്റ്റൻസ്, അതായത് ഔട്ട് ഓഫ് 100 ക്വസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15 ക്വസ്റ്റൻസ്. അതുപോലെ തന്നെ പൊളിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഏകദേശം 14 ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. മറ്റ് സബ്ജക്റ്റുകളൊക്കെ അതേപോലെ തന്നെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും പൊളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കും. ഇനി എക്കണോമിയും പൊളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കണോമിയിൽ നിങ്ങൾക്കൊരു ഇഷ്യൂ തന്നതിന് ശേഷം അത് മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ചോദിക്കാം. ബട്ട് പൊളിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് അതുപോലെ തന്നെ ചോദിക്കാം. അല്ലാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ എക്കണോമിയിലേക്ക് നമ്മൾ പറയുന്നു, എക്കണോമിയിലേക്ക് എന്താണ്, മാർക്കറ്റിലേക്ക് കൂടുതൽ പൈസ, അതായത് കൂടുതൽ പൈസ ഇഞ്ചക്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമ്മൾ എക്സ്പോർട്ടിങ് കൂട്ടാൻ പറ്റും എന്ന് പറയുന്നു. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇൻക്രീസിങ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൂടുന്നുണ്ട്. ഇൻക്രീസിങ് ഇൻഫ്ലേഷൻ മേ ലീഡ്സ് ടു
ഹയർ എക്സ്പോർട്സ്, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. ബിക്കോസ് ഇത് നമ്മൾ എവിടെയും പഠിക്കുന്നില്ല. ഇത് നമ്മൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് പഠിക്കുന്നു, അതുപോലെ തന്നെ എക്സ്പോർട്ട് എന്താണെന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന സമയത്താണ് നമുക്ക് അതിന് ആൻസർ കിട്ടും. ബട്ട് പൊളിറ്റിയിലേക്ക് വരുന്ന സമയത്തോ പൊളിറ്റിയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പൊളിറ്റിയിലെ ക്വസ്റ്റ്യൻ പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മണി ബിൽ. ഓക്കെ, മണി ബിൽ ക്യാൻ ഓൺലി ബി പ്രസന്റ് ഇൻ ലോക്സഭ. ഓക്കെ, മണി ബിൽ കനോട്ട് ബി റിജക്റ്റഡ് ബൈ പ്രസിഡന്റ്. ഇങ്ങനെ 2-3 സ്റ്റേറ്റ്മെന്റ് വരും. ബിക്കോസ് ഇത് ഓൾറെഡി ബുക്കിലുള്ള കാര്യമാണ്. മണി ബില്ല് ലോകസഭയിൽ മാത്രമേ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അത് വൺസ് അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന് അത് തിരിച്ചയക്കാൻ പറ്റില്ല എന്ന കാര്യങ്ങൾ ബുക്കിലുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഈ 2 വ്യത്യാസം ഉണ്ട് കേട്ടോ പൊളിറ്റിക്കും എക്കണോമി വരുന്ന സമയത്ത്. രണ്ടും ലോജിക്കാണ്, ബട്ട് കുറച്ചുകൂടി ലോജിക്ക് വർക്ക് ചെയ്യേണ്ടത് എക്കണോമിക്കും. കുറച്ച് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിയിൽ മാർക്ക് നേടാനും പറ്റും. പൊളിറ്റിയും എക്കണോമിയും ഏകദേശം ചെറിയ സിലബസ് ആണ്, വളരെ കുറച്ച് മാത്രം സിലബസ് ആണ് പൊളിറ്റി ആൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, സോ പൊളിറ്റി ഡെലിവേഴ്സ് 14.5 questions annually from a single tightly interlinked subject. Unmatched stability across 11 years. GS Paper 2, പൊളിറ്റീസ് ഹോം ഗ്രൗണ്ട്. GS Paper 2 ആണ് പൊളിറ്റിയുടെ ഏറ്റവും മെയിൻ ഏരിയ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 75% പൊളിറ്റിയാണ് വരുന്നത്. ബാക്കി 25% ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്, മെയിൻലി കറണ്ട് അഫയേഴ്സ്. പ്രത്യേകിച്ച് നിങ്ങളത് സ്റ്റാറ്റിക്കിൽ നിന്ന് പോകണ്ട, നമുക്ക് IR ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു, എന്നാലും കൂടുതലും കറണ്ട് അഫയേഴ്സ് ആണ് IR പഠിക്കാനുള്ളത്. ഇതിൽ ചോദിക്കുന്നത് 75% ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കോർ കോൺസ്റ്റിറ്റ്യൂഷൻ. 46% മെയിൻ കോർ ആയിട്ടുള്ള ഏരിയാസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ? ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, അതുപോലെ തന്നെ ഫെഡറൽ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, അതായത് ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചേഴ്സുകൾ എന്താണ്, സ്റ്റേറ്റ് എങ്ങനെ, സെൻട്രൽ എങ്ങനെ നിൽക്കുന്നു, ഗവൺമെന്റുകൾ എങ്ങനെ വർക്ക് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് ഏകദേശം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. 46% അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ഏകദേശം 30% ചോദിക്കുന്നതിന് ഗവേണൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബില്ലിനെ പറ്റി ചോദിക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദിസ് ബില്ല് അല്ലെങ്കിൽ ദാറ്റ് ബില്ല്, ദിസ് ആക്ട്, ദാറ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് മെയിൻലി വരുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ എടുക്കുന്നത്. നമ്മൾ PIB നിങ്ങൾക്ക് മാഗസിൻസ് ക്വാളിറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PIB, യോജന, കുരുക്ഷേത്ര പോലത്തെ മാഗസിൻസുകൾ ഉണ്ട്. ആ മാഗസിൻസിന്റെ അകത്ത് പല പോളിസികളെ പറ്റി പറയുന്നുണ്ട്, പോളിസികളുടെ ഇംപ്ലിമെന്റേഷനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവർ എന്താണ് ഗവൺമെന്റ് സ്കീംസ് എന്ന ലെവലിലൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ ആക്ച്വലി ഗവേണൻസ് ആണ്. നമ്മൾ ഗവൺമെന്റ് സ്കീംസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബില്ലൊക്കെ, ഫോർ എക്സാമ്പിൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് PM കിസാൻ യോജന. അപ്പം കിസാൻ എന്താണ് യോജനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി പൊളിറ്റിയാണ്. പൊളിറ്റിയിൽ എവിടെയാണ്? ഗവേണൻസിലാണ് വരുന്നത്. ബട്ട് അത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ബട്ട് അത് കറണ്ട് അഫയേഴ്സ് ആണ്. ഗവേണൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് അത് കറണ്ട് അഫയേഴ്സ് പോർഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. അതുകൊണ്ട് പൊളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ചുമ്മാ പാർലമെന്റും പ്രൊസീജിയേഴ്സും ഇത് മാത്രമല്ല, ഗവൺമെന്റ് ചെയ്യുന്ന പല പോളിസികൾ ഉണ്ടായിരിക്കും, ഗവൺമെന്റുകൾ ചെയ്യുന്ന പല പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെ? പല പ്രൊജക്റ്റുകൾ, സാഗർമാല പ്രൊജക്ട്, ആ പ്രൊജക്ട്, പല പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും, സ്കീമുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഗവേണൻസിന്റെ അണ്ടറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ കംസ് ടു ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ടല്ലോ, അതല്ലാതെ പിന്നെ ഇതെന്താണ് ഈ IR എന്ന് പറയുന്നത്? ഈ IR എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ IR ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റി എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് ആക്ച്വലി ഇന്ത്യൻ ഇന്റേണൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇന്ത്യൻ ഇന്റേണൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ട്രേഡിംഗ്. അപ്പം നമ്മുടെ സാധനങ്ങളിൽ എന്താണ് ആന്റി ഡംപിങ്, ഒരുപാട് ചൈനക്കാർ സാധനം കൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പണിയില്ല, കമ്പനികൾ പൂട്ടിപ്പോകുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന കുറച്ച് എന്തുണ്ട് ഇന്റർനാഷണൽ റിലേഷൻസുകൾ ഉണ്ട്. ഇന്ത്യൻ പൊളിറ്റി, അതായത് നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെ കണക്ട് ചെയ്യപ്പെടുന്ന കുറച്ച് ഇന്റർനാഷണൽ റിലേഷൻസ് ന്യൂസുകൾ വരുന്നുണ്ട്. അതാണ് നമ്മുടെ പറഞ്ഞുള്ളത്. പിന്നെ ഇന്റർനാഷണൽ, അപ്പം മറ്റേ ഇന്റർനാഷണൽ IR എന്താണ്? മറ്റേ IR വരുന്ന സമയത്ത് ആക്ച്വലി അവിടെ എന്താണ് മറ്റ് രാജ്യങ്ങൾ തമ്മിലേക്ക് സൈൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും എഗ്രിമെന്റ്, അല്ലെങ്കിൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് UN അകത്തുള്ള ഇഷ്യൂസുകൾ, അല്ലെങ്കിൽ UNSC, യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിൽ വന്നിരിക്കുന്ന ഇഷ്യൂസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ വരുന്ന സംഭവങ്ങൾ, IMF, വേൾഡ് ബാങ്ക്, അങ്ങനെ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന്റെ ഗ്രൂപ്പിംഗ്സ്, ആ ഗ്രൂപ്പിംഗ്സിന്റെ ഔട്ട്പുട്ട് എന്താണ്, അത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ കണ്ടീഷൻസിനെ മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യുന്നതുപരമായിട്ടുള്ള പല ആക്റ്റുകളും പുറം രാജ്യങ്ങളിൽ നിന്ന് വരും. അത് ആക്ച്വലി ഇന്ത്യൻ പൊളിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ അകത്താട്ടോ പറയുന്നത് 25% ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അതെങ്ങനെയാണെന്നുള്ളത്. അത് ക്വസ്റ്റ്യൻസ് കാണിച്ചാൽ മാത്രമാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് മാർക്കുകളാണ്. അപ്പം എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു അളവാട്ടോ പറയുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആൻഡ് ഫെഡറലിസം, അതിൽ നിന്ന് മാത്രമായിട്ട് 250 മാർക്കിന്റെ ക്വസ്റ്റ്യൻസാണ് വന്നത്. നിങ്ങൾ കരുതേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ GS പേപ്പർ 2 എന്ന് പറഞ്ഞിരിക്കുന്ന പേപ്പർ 250 മാർക്കാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 10 ഇയേഴ്സ് ആയിട്ട് നമ്മൾ റിസർച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട്
സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസും ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്ന് മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 280 മാർക്കാണ്. ഓക്കെ, അതായത് ഒരു വർഷം എന്താണ് ഓൺ ആൻ ആവറേജ് 28 മാർക്ക് ചോദിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് 250 മാർക്സ് 28 മാർക്കാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സ് ആൻഡ് ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ഏകദേശം 210 മാർക്കിന് 10 വർഷം ആവറേജ് 21 മാർക്ക്. അപ്പോൾ എത്ര മാർക്ക് ടോട്ടൽ? ഏകദേശം 50 മാർക്ക്. 250 മാർക്കിൽ 50 മാർക്ക് തന്നെ ഏറ്റവും ബേസ് ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ പൊളിറ്റിയിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, ഫെഡറലിസം ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചേഴ്സ്, ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം നമുക്ക് എന്ത് കിട്ടി? 50 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്ന് 155 മാർക്ക്, അതായത് 18 മാർക്ക്, 20 മാർക്ക് കൂട്ടിക്കോ. അങ്ങനെ ടോട്ടൽ ഏകദേശം 70 മാർക്ക്. 250 മാർക്കിൽ 70 മാർക്ക് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്ന് മാത്രം ഈസി ആയിട്ട്, അതായത് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മാത്രം കേട്ടോ, ഇന്ത്യൻ പൊളിറ്റിൻ്റെ മൊത്തമല്ല പറഞ്ഞത്. ഇന്ത്യൻ പൊളിറ്റിയിൽ മേജർ ആയിട്ടുള്ള 3 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഈ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും വലിയ ടോപ്പിക്കാന്നുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കാന്ന് ടെക്സ്റ്റ് ബുക്കിൽ 5 8 പേജ് മാത്രം ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് 5 8 പേജിൽ നിന്ന് മാത്രം ഏകദേശം 28 മാർക്ക് മെയിൻസിൽ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ 5 8 പേജിൽ നിന്നാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി അങ്ങനെയല്ല. ആ ഏരിയയിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് കറണ്ട് അഫയേഴ്സിൽ എന്താണോ വന്നിട്ടുള്ളത് അതാണ് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ അനലൈസ് ചെയ്ത് എഴുതുന്നിടത്താണ് നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴുന്നത്. അല്ല ചുമ്മാ നിങ്ങൾ 8 പേജ് പഠിച്ചു കൊണ്ട് നോക്കി ഈസി ആയിട്ട് സാറ് പറഞ്ഞല്ലോ എന്ന് 8 പേജ് പഠിച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ എഴുതാൻ പറ്റില്ല. 8 പേജ് കിട്ടുന്ന നിങ്ങൾക്ക് ആ എന്താണ് 8 10 പേജ് അതിൽ നിന്നും കിട്ടുന്ന നോളജ് വെച്ചിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സുമായി ലിങ്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, എന്താണ് ആൻസർ കൊടുക്കണം എന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോസസ് ചെയ്യണം. ഈ പ്രോസസ്സിംഗ് ആണ് സിവിൽ സർവീസ് ഓഫീസേഴ്സിന് എന്താണ് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പം സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് സിവിൽ സർവീസ് വർഷാവർഷം ഏകദേശം കഴിഞ്ഞ വർഷം മാത്രമായിട്ട് 14 ലക്ഷത്തോളം ആളുകളാണ് ആപ്ലിക്കേഷൻസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏകദേശം 8 ലക്ഷം ആളുകളോളം എക്സാമിനേഷൻ എഴുതാനും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ എണ്ണം, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണല്ലോ, നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ആ സാധ്യതക്കാണ് ഇവിടെ പറയുന്നത് അനലിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റി എന്ന് പറയുന്നത്. ബുക്കുകൾ പഠിച്ച് അതുപോലെ തന്നെ നിങ്ങൾ പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും മാർക്ക് കിട്ടില്ല. ബിക്കോസ് നിങ്ങളൊരു ബുക്ക് പഠിക്കുന്നതിനെ കൊണ്ട് 15 ബുക്ക് പഠിച്ചെടുക്കുന്ന ആളുകൾ വരെ നമ്മൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ക്വാളിഫൈ വരുന്നത്? വ്യക്തമായിട്ട് UPSC വേണ്ടത് നിങ്ങൾ സ്റ്റാറ്റിക് പോർഷൻസ് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് അനലൈസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് വ്യക്തമായി അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ, പറഞ്ഞ ചോദ്യത്തിന് മാത്രം വ്യക്തമായിട്ട് ആൻസർ കൊടുക്കാൻ നിങ്ങൾക്ക് എപ്പോൾ പറ്റുമോ അവിടെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. അവിടെ 15 20 ടെക്സ്റ്റ് ബുക്ക് പഠിച്ചവന് അവന് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ചിലപ്പോൾ ജോലിക്ക് പോയിട്ട് പണിയെടുക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിരിക്കും അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് അവിടെ അനലിറ്റിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലാസ് മുതൽ പറയുന്നത് എന്ത് കിട്ടി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളൊരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്ത് കണ്ടാൽ പോലും അത് വൈ, വെൻ, വാട്ട്, വേർ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്നലെ വാങ്ങിയ ഒരു സാധനത്തിന്റെ റേറ്റ് ഇന്നേക്ക് നിങ്ങൾ സാധനം ഇന്നേക്ക് അതിന് 2 രൂപ കൂടി. സോ എന്തുകൊണ്ട് അതിന്റെ വില കൂടി എന്ന് ചിന്തിക്കും. ആ ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് പൊളിറ്റി കിട്ടും, നിങ്ങൾക്ക് എക്കണോമി കിട്ടും, നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റിൽ ജോഗ്രഫി കിട്ടും, ഇന്ത്യൻ സൊസൈറ്റി കിട്ടും, എല്ലാ സബ്ജക്റ്റും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒരു പച്ചക്കറിയുടെ വില മഴക്കാലം സമയത്ത് വില ആയിട്ട് കൂടാൻ സാധ്യതയുണ്ട്. എന്താണ് കൂടാൻ സാധ്യതയുള്ളത്? ആ സമയത്ത് കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, സാധനങ്ങളുടെ സ്റ്റോക്ക് ഇല്ല, ഹാർവെസ്റ്റിംഗ് സീസണിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ ചിന്തിക്കണം. ഞാൻ ഇത് സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നിന്ന് ഞാൻ ഡിബേറ്റ് ചെയ്യുന്നതിന് മെയിൻ കാര്യം നിങ്ങളത് എപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്, ആ ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് നിങ്ങളുടെ സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് സിവിൽ സർവീസ് ചുമ്മാ പേപ്പറിൽ കാണുന്ന കാര്യങ്ങളല്ല, കംപ്ലീറ്റ്ലി നമ്മുടെ സൊസൈറ്റീനെ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി സിലബസ് മാപ്പിംഗ് നമുക്ക് നോക്കാം. പ്രിലിംസ് സബ്ജക്റ്റ് ടൈപ്പിലാണ്, മെയിൻസ് സബ്ജക്റ്റ് ദാറ്റ് മീൻസ് റിട്ടൺ എക്സാമിനേഷൻ, ഇന്റർവ്യൂ അനലിറ്റിക്കലാണ്, നമുക്ക് ചിന്തിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പം മെജോറിറ്റി എല്ലാ ക്വസ്റ്റ്യൻസുകളും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേജർ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്മികാന്താണ്. ഓക്കെ, ലക്ഷ്മികാന്താണ് മേജർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ബാരാക്സുകൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ബട്ട് കൂടുതലും ഒരുപാട് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം ലക്ഷ്മികാന്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ്. നിങ്ങൾ റെഫറൻസിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, NCERT കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നിങ്ങൾ റെഫറൻസിലേക്ക് പോകാൻ പാടുള്ളൂ. ബിക്കോസ് ഈ റെഫറൻസ് മെയിൻലി അവർ മേക്ക് ചെയ്തിരിക്കുന്നത് മെജോറിറ്റി കുറെ ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ്. ബട്ട് NCERT എന്ന് പറയുന്ന ഫാക്റ്റുകൾ മാത്രമല്ല,
നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലെവലിൽ അതിൻ്റെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ NCERT കഴിഞ്ഞ ശേഷം മാത്രം ലക്ഷ്മികാന്തിനെ പറ്റി ആലോചിക്കുക. അപ്പോഴേക്കും നിങ്ങൾ പിന്നെ ലക്ഷ്മികാന്ത് നിങ്ങൾക്ക് ഈസി മറിച്ചിട്ട് പോകാൻ പറ്റും. കാരണം NCERT ഉള്ള സാധനം തന്നെയാണ് ലക്ഷ്മികാന്തിലുള്ളത്. ഓക്കെ. Key insight: UPSC no longer tests pure memory. It tests your understanding of the operating systems logic. അതായത് UPSC ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന സംഭവമല്ല. അപ്പം ആർട്ടിക്കിൾസ് നിങ്ങൾ പല കുട്ടികളും പറയാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് സാർ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഇത്രത്തോളം ആർട്ടിക്കിൾ 10-300 ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കാന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 300 ആർട്ടിക്കിളും പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന സമയത്ത് തന്നെ ആർട്ടിക്കിൾസ് കംപ്ലീറ്റ്ലി ബൈഹാർട്ട് ചെയ്യുക, പല കാര്യങ്ങളും സിസ്റ്റത്തിനെ പറ്റി ബൈഹാർട്ട് ചെയ്യുക, ഈ കാര്യങ്ങളല്ല ഒരു പ്യുവർ മെമ്മറി ടെസ്റ്റിംഗ് അല്ല എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. കംപ്ലീറ്റ്ലി ഇതൊരു ലോജിക് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ്ലി മെമ്മറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും നിങ്ങളുടെ പോക്ക് നടന്നത്. ബട്ട് നിങ്ങൾ കുറച്ചുകൂടി എന്താണ് ലോജിക്കലായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് അതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് കിട്ടും, ഈസിനെസ് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്തെങ്കിലും സ്കീം, ഫോർ എക്സാമ്പിൾ ഗ്രാമീൺ സടക്ക് യോജന, അതായത് റൂറൽ ഏരിയയിലേക്കുള്ള റോഡ് പണിയുന്ന ഒരു യോജനയാണ് ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗവൺമെന്റ് അണ്ടർ ദ മിനിസ്റ്ററി ഓഫ് മിനിസ്റ്ററി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പം ഗ്രാമങ്ങളിലേക്കുള്ള റോഡുകൾ പണിയുന്നത്, ഗ്രാമങ്ങളിലുള്ള റോഡ് കേട്ടോ, മിനിസ്റ്ററി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ അണ്ടറിലാണ്. ഈ സ്കീം റോഡ് ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്ററി അണ്ടറിലാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഓക്കെ, അത് റോഡല്ലേ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ അണ്ടറിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ തന്നെ ടിക്ക് ചെയ്തു പോലെ. പക്ഷേ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ആക്ച്വൽ ഹൈവേയോ സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേ അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഗ്രാമങ്ങളിലേക്കുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും, ഗ്രാമങ്ങളിലേക്കുള്ള റോഡുകൾ എന്താണ് അത് കൈകാര്യം ചെയ്യുന്നത് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററി ആയിരിക്കും അല്ലേ. റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററിന്റെ അണ്ടറിലാണ് ഈ റോഡുകളും കാര്യങ്ങളും പണിയുന്നത്. നിങ്ങൾ കേൾക്കാറില്ല പഞ്ചായത്ത് റോഡുകൾ കേൾക്കുന്ന ആരുണ്ടല്ലോ, പഞ്ചായത്ത് റോഡുകൾ ആരാണ് നോക്കുന്നത്, പഞ്ചായത്താണ് നോക്കുന്നത് അല്ലേ. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ നോക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണോ നോക്കുന്നത്, അല്ല. അവിടുത്തെ സ്റ്റേറ്റ് ഹൈവേകൾ ആരാണ് നോക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നാഷണൽ ഹൈവേ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പം ഇതുപോലെ റിലേറ്റഡ് ആയി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ സാധനം കിട്ടില്ല. ബട്ട് നിങ്ങൾ ലോജിക്കായി ചിന്തിച്ച് നോക്കുക. ഓക്കെ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ റോഡാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ റോഡ് ട്രാൻസ്പോർട്ടേഷൻ വരാൻ സാധ്യതയില്ല, റൂറൽ ഏരിയ ആണ്. അപ്പം അവിടെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററി ആയിരിക്കും. ഈ ലോജിക്ക് നിങ്ങൾ എപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ കിട്ടും. ഓക്കെ, ചുമ്മാ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സാധനം കിട്ടില്ല. ഇനി എന്താണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ പൊളിറ്റിയിലുള്ള ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗോൾഡൻ ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്? ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലേ, ആർട്ടിക്കിൾ 15 ഉണ്ട്, ആർട്ടിക്കിൾ 16 ഉണ്ട്, ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21, ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. 14 ഇക്വാലിറ്റി, ഓരോ ആർട്ടിക്കിൾസ് പിന്നീട് പറഞ്ഞു. 14 ഇക്വാലിറ്റി, 15 എന്താണ് ഡിസ്ക്രിമിനേഷൻ, 16 നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ഗവൺമെന്റ് സർവീസസ്, അങ്ങനെ പല ആർട്ടിക്കിൾസ്. 21 നമ്മൾ റൈറ്റ് ടു ലൈഫ് എന്ന കാര്യങ്ങൾ, അങ്ങനെ 21 മുതൽ 29 വരെയുള്ള ആർട്ടിക്കിൾസ് നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി എപ്പോഴും UPSC ക്വസ്റ്റൻ ചോദിക്കാം. അപ്പോൾ എപ്പോഴും UPSC ഒരു ക്വസ്റ്റൻ എങ്കിലും UPSC ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ചോദിക്കാം. ഒന്നുകിൽ കറണ്ട് അഫയേഴ്സിൽ വന്നിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ്, അതൊന്ന് ആൻസർ സിമ്പിൾ ആയിരിക്കും, അപ്പോൾ നിങ്ങളൊന്നങ്ങ് ചുറ്റിക്കുന്ന ലെവലിലായിരിക്കും നിങ്ങളെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൊബൈൽ ഫോൺ, ഓക്കെ, യൂസേജ് ഓഫ് മൊബൈൽ ഫോൺ അണ്ടർ ദ ഏജ് ഓഫ് 18 ഈസ് പണിഷബിൾ ഒഫൻസ് ഇൻ ഇന്ത്യ എന്ന് നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഓക്കെ, ഇതൊരു പണിഷബിൾ ഒഫൻസ് ആണ്, യൂസേജ് ഓഫ് മൊബൈൽ ഫോൺ അണ്ടർ ദ 18 ഏജ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണോ? ഓക്കെ, ബിക്കോസ് ഇവിടെ ആക്ച്വലി എന്താണ് റൈറ്റ് ടു പ്രൈവസിനാണ് ചോദിക്കുന്നത് അല്ലെ, റൈറ്റ് ടു ഇക്വാലിറ്റിനാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന 18 വയസ്സിന് മുകളിലാണോ താഴെയാണോ? റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സിന് മുകളിലാണോ താഴെയാണോ? ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് പറയുന്ന സമയത്ത് അല്ലേ, നമ്മളെപ്പോഴും പറഞ്ഞത് 18 വയസ്സാണ് ഇന്ത്യൻ സിറ്റിസൺ ആകുന്ന സമയത്ത്, 18 വയസ്സാണ് പ്രായപൂർത്തിയാകുന്നത്. പ്രായപൂർത്തിയായാലും മാത്രമാണ് ആർട്ടിക്കിൾ 21 വർക്കൗട്ട് ആകുന്നത്, പ്രായപൂർത്തിയായാലും മാത്രമാണ് ഇക്വാലിറ്റി വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, യൂസേജ് ഓഫ് മൊബൈൽ ഫോൺ അണ്ടർ ദ ഏജ് ഓഫ് 18 ഈസ് എ പണിഷബിൾ ഒഫൻസ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യം, അത് UPSC എപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വളരെ കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമല്ല, ഒരു 14 മുതൽ ആർട്ടിക്കിൾ 14 മുതൽ 29 വരെ നിറഞ്ഞിരിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ്. ഈ ആർട്ടിക്കിൾസിനെ മൊത്തം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ പല രീതിയിലും ചോദിക്കാം, പല അംബിറ്റിലും കൊണ്ട് ഇട്ട് നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലീസുകാരൻ വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യമില്ല പറച്ചിലില്ല, ചുമ്മാ വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ പ്രൊട്ടക്ട് എന്താണ്? നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 20 നിങ്ങൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യും.
ആർട്ടിക്കൽ 21 നിങ്ങളവിടെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ പിടിച്ചിട്ട് ഉടനെ തന്നെ ജയിലിടാൻ പറ്റുമെന്നില്ല. അവിടെ നിങ്ങളെ റൈറ്റ് ടു ലൈഫ്, അല്ലെ റൈറ്റ് ടു ഡിറ്റെയിൻ, ഇതൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കൊറോണ സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൊറോണ സമയത്ത് തന്നെ ഒരാൾക്ക് കൊറോണ പിടിച്ചെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനെ പിടിച്ചിട്ട് കൊണ്ട് എന്താണ് ഐസൊലേഷൻ വാർഡിലേക്ക് ഇടാൻ പറ്റില്ലായിരുന്നു ആക്ച്വലി. ബട്ട് ആ ആക്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു അമെൻമെന്റ് നടത്തി. നമ്മുടെ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലേക്ക് നമ്മൾ ഒരു അമെൻമെന്റ് നടത്തിയതിന് ശേഷമാണ് നമുക്ക് ആ ഡിറ്റൻഷനിലേക്ക് ആൾക്കാരെ വെക്കാൻ പറ്റുള്ളത്. ബിക്കോസ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് എനിക്ക് കൊറോണ വന്ന് എന്നെ പിടിപിടിക്കുന്നു. ഞാൻ കൊറോണ അടുത്ത് പോയിട്ട് എന്താണ് ചോദിച്ചു വാങ്ങിയ സംഭവമല്ല. സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഗവൺമെന്റിനാണ് അല്ലേ? ആരോഗ്യകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരാൻ ഗവൺമെന്റ് പറ്റിയില്ല. എനിക്ക് കൊറോണ പിടിപെട്ടു, എന്നെ പിടിച്ച് ഐസൊലേഷൻ വാർഡിലേക്ക് ഇടുന്നു. ആക്ച്വലി എന്താ ചെയ്തിരിക്കുന്നത്? എന്റെ റൈറ്റ് ലൈഫിനെ അപമാനിക്കുന്ന കാര്യമാണല്ലേ? അപ്പൊ ഞാൻ പോയി നാളെ കേസ് കൊടുക്കും സുപ്രീം കോടതിയിലേക്ക്. ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു, എന്നെ പിടിച്ച് എന്താണ് വെറുതെ പിടിച്ചകത്തുള്ളൂ. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാനൊന്നും ഇല്ലീഗൽ ഒന്നും ചെയ്തിട്ടില്ല. കൊറോണ വന്ന് എന്നെ പിടിച്ചത് ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് ആണ് ഈ കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടത്. ഗവൺമെന്റ് ആണ് ഹെൽത്ത് നോക്കുക, പബ്ലിക് ഹെൽത്ത് നോക്കുന്നത് ഗവൺമെന്റിനാണ്. ഇതൊന്നും നോക്കാതെ കൊറോണ വന്ന് പിടിച്ചതിന് എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്റെ റൈറ്റ് ലൈഫിന് എതിരാന്ന് തന്നെ കേസ് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇതെന്തായാലും കൊടുക്കുകയും ചെയ്യും, പല രീതിയിൽ പോകുന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ അകത്ത് ഇങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ കേരളത്തിലും അതുപോലത്തെ സ്റ്റേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ DM ആക്ടിന്റെ അകത്ത് പല പല ആക്ടുകൾ അമെൻഡ് ചെയ്ത് ഈ സാധനങ്ങൾ കൊണ്ടുവന്നത്. അതായത് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ ചുമ്മാ ജയിലിൽ കൊണ്ട് ഇടല്ല. നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് നമ്മൾ സഹായിക്കും കൂടി വേണം. പിടിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, അതൊന്നും ആക്ച്വലി ഇല്ലീഗലാണ്. ആക്ച്വലി പൂർണ്ണ സമ്മതത്തോടു കൂടി വരികയൊക്കെ വേണം. പിന്നെ ആ സമയത്ത് നമുക്ക് കൊറോണയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഭരണഘടന ഒന്നും ആയിരുന്നില്ല. നമ്മൾ പോകുന്ന സ്വാതന്ത്ര്യം തടയാൻ നമുക്ക് സാധിക്കില്ല. പോലീസുകാർക്കൊന്നും നമ്മൾ ഇതുവഴി അതുവഴി പോകുന്നു ഇതുവഴി പോകുന്നു സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ സാധിക്കില്ല. എന്നിട്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ എത്തുന്ന സമയത്ത് പറഞ്ഞു കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ എത്തുന്ന സമയത്ത്. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോൺ എൻഫോഴ്സിബിൾ ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ പാലിക്കേണ്ട കാര്യം. ഗവൺമെന്റ് നമ്മളോട് പറയുന്ന മക്കളെ നിങ്ങൾ ഇന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ നല്ല സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഡ്യൂട്ടീസും കൂടി ചെയ്യണം. നമ്മുടെ അന്തരീക്ഷം മലിനമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കാണുന്ന ആളുകളൊക്കെ തല്ലുപിടി ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നല്ലതാണോ? ഇല്ല. നമ്മൾ ജീവിക്കുന്ന സമയത്ത് അന്തരീക്ഷം മലിനമാകാതിരിക്കുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നമ്മൾ കാത്തു സൂക്ഷിക്കുക, അങ്ങനെ കുറച്ച് അതായത് അതുപോലെ തന്നെ നമ്മൾ നാഷണൽ ഫ്ലാഗിനെ നാഷണൽ അന്തത്തിനെ കുറിച്ച് ബഹുമാനിക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. റെസ്പെക്ട്, മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓണറബിൾ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ ആരും തൂക്കിക്കൊണ്ടുപോകുന്നില്ല. അത് നോൺ എൻഫോഴ്സിബിൾ ആണ്. ഓക്കെ, ദെൻ കംസ് ടു പാർലമെന്റ്. പാർലമെന്റ് എന്താണ്? ഭരണ സംവിധാനം. ഓക്കെ, അത് നിയമനിർമ്മാണം നടക്കുന്ന ഏരിയയാണ് പാർലമെന്റ്. ലോകസഭ, രാജ്യസഭ അല്ലെങ്കിൽ സ്റ്റേറ്റുകളാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന നിയമനിർമ്മാണ സഭകൾ അതെന്താണ്, അതിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അതിന്റെ ചെയർമാൻ ആരാണ്, സ്പീക്കർ ആരാണ്, തുടങ്ങിയ കാര്യങ്ങൾ മാത്രം. ദെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ അകത്ത് ഞാൻ പറഞ്ഞില്ല, ടോട്ടൽ ഒരു ഓവറോൾ ഒരു സാധനം മാത്രമാണ് ഭരണഘടന. എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായിട്ടുള്ളത്, ഭരണഘടനയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്തായിരുന്നു, എവിടെ നിന്നാണ് ഭരണഘടന ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്, തുടങ്ങിയ കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ദെൻ ജുഡീഷ്യറി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭരണഘടന പ്രകാരം പാർലമെന്റിൽ നിയമങ്ങൾ ഉണ്ടാക്കി സൊസൈറ്റിയിലേക്ക് ഇറക്കുന്നു. ആ സൊസൈറ്റിയിലെ നിയമങ്ങൾ ആളുകൾക്ക് ഹാനികരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി ക്വസ്റ്റ്യൻ ചെയ്യണം? നമ്മൾ ജുഡീഷ്യറി പോയി ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലേ? കേസ് കൊടുക്കുക എവിടെയാണ്? നമ്മൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുക്കുന്നത്. ലാസ്റ്റ് കേസ് എവിടെ എത്തുന്നത്? കോടതിയിലെത്തും അല്ലേ? അപ്പൊ ജുഡീഷ്യറി നമ്മളെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് നമ്മളെ പ്രൊട്ടക്ഷൻ നൽകുന്ന ആരാണ്? ജുഡീഷ്യറിയാണ്. ദെൻ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുകളുണ്ട്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയും മന്ത്രിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതുക. പക്ഷെ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലോ, അത് ഇവരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന് ഒരുപാട് ചെലവുകളുണ്ട് അല്ലേ? ഗവൺമെന്റ് ഒരുപാട് പൈസ ഇടുന്നില്ല, ടാക്സ് ഒക്കെ നമ്മൾ ഇഷ്ടം കൊടുക്കുന്നല്ലേ? ലക്ഷക്കോടിക്കണക്കിന് പൈസ അവരുടെ കയ്യിലുണ്ട്. അവർക്ക് ഈ മന്ത്രിമാർക്ക് തോന്നിയ രീതിയിൽ ചിലവാക്കുക, അല്ലെങ്കിൽ MLA മാർക്ക് തോന്നിയ രീതിയിൽ ചിലവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആട് ചോദ്യം ചെയ്യും? നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ജുഡീഷ്യറി പോയി ചോദിക്കില്ല. ജുഡീഷ്യറി പോയി ചോദിക്കുന്ന സമയത്ത് ജുഡീഷ്യറി എന്ത് പറയും? ഓക്കെ, നിങ്ങൾ കണക്കുകൾ കാണിച്ചാൽ, കണക്കുകൾ കാണിക്കാൻ ആരുടെ ചോദിക്കുക? ഏത് മന്ത്രിസഭയോട് ചോദിക്കുക? ഇല്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം ആര് വേണം? അവിടെ കംട്രോളർ, CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ടാവും. അതായത് കംപ്ലീറ്റ് ഓരോ സ്റ്റേറ്റിന്റെയും സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ടോട്ടൽ എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഓഡിറ്ററാണ്. ഒരു CA കാരൻ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നില്ല, കമ്പനിയൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓഡിറ്റർ ബോഡീസ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുകളുണ്ട്. ഇത് ഒന്ന് ഓഡിറ്റർ, AG എന്ന് പറഞ്ഞിരിക്കുന്ന ഓഡിറ്റർ, അറ്റോർണി ജനറൽ ഉണ്ട്. പിന്നെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുകളുണ്ട്. ഓക്കെ, ദെൻ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫെഡറൽ സ്ട്രക്ചർ മുകളിൽ സെൻട്രൽ ഗവൺമെന്റും താഴെ ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെന്റുകളും. അപ്പോൾ മുകളിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ന് കരുതിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അല്ല പ്രയോറിറ്റി എന്ന് വെച്ചാൽ അവരെന്ത് പറഞ്ഞാൽ പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് അതുപോലെ തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്ന് പറയുന്നതല്ല. അതായത് ഇവരുടെ സബോർഡിനേറ്റ്സ് അല്ല ഈ പറഞ്ഞത്. സെൻട്രൽ ഗവൺമെന്റ് സബോർഡിനേറ്റ്സ് അല്ല സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും.
ബട്ട് എന്താണ്, സെൻട്രൽ ഗവൺമെന്റിനെ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് നിൽക്കണമെന്ന് മാത്രമേ, അല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ നിൽക്കുന്ന സബോർഡിനേറ്റ് ആയിട്ടല്ല സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതിനാണ് നമ്മൾ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു സ്വാഭാവികതയാണ് ഫെഡറൽ സ്ട്രക്ചർ. സെൻട്രൽ ഗവൺമെന്റ് എന്ത് പറഞ്ഞാൽ പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിക്കണമെന്നില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഭരണഘടന പറഞ്ഞ പോലെ വിട്ടു പോവാതിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ്, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് കാര്യങ്ങൾ നോക്കും, ടാക്സ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു സൗഹൃദപരമായ ബന്ധത്തിനെയാണ് സെൻട്രലും സ്റ്റേറ്റും നമ്മുടെ ബന്ധത്തിനെ നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എമർജൻസി പ്രൊവിഷൻസ്. എന്താണ് എമർജൻസി പ്രൊവിഷൻസ്? നമ്മുടെ സ്റ്റേറ്റുകളിൽ, അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പ്രസിഡന്റ് റൂൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നാഷണൽ എമർജൻസി ഒക്കെ പ്രൊക്യൂർ ചെയ്യും. നാഷണൽ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ആ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും. ഇപ്പം നമ്മൾ കൊറോണ എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ഹെൽത്ത് എമർജൻസി ആയിരുന്നു രാജ്യത്തുടനീളം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം 71 നമ്മുടെ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ നമ്മുടെ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യ ചൈന വാറിലും എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് എമർജൻസി പ്രൊവിഷൻസുകൾ? ഈ എമർജൻസി പ്രൊവിഷൻസുകൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ പ്രസിഡന്റ് റൂൾ. ഇപ്പം നമ്മുടെ മണിപ്പൂരിൽ റീസെന്റ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസുകൾ, കലാപങ്ങൾ നിങ്ങൾ കണ്ടു കാണും ന്യൂസുകളിലൊക്കെ. ആ സമയത്ത് അവിടെ പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നു. അപ്പോൾ അതായത് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറീസ് അവിടുത്തെ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയി. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ കംപ്ലീറ്റ്ലി പാർലമെന്ററി സ്ട്രക്ചർ, ദാറ്റ് മീൻസ് നിയമനിർമ്മാണം, മന്ത്രിമാരോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പിരിച്ചു വിട്ടു. പിന്നെ നേരിട്ട് ആരാ ഭരിക്കുക? നേരിട്ട് പ്രസിഡന്റ് ഭരിക്കും. ഇതൊരു എമർജൻസി പ്രൊവിഷൻസ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ദെൻ ലോക്കൽ ഗവൺമെന്റ്. ലോക്കൽ ഗവൺമെന്റ് എന്താണ്? നമ്മുടെ നാട്ടിൽ കാണുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയും. ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് ക്രൈറ്റീരിയ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആളുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്, അല്ലേ? നമുക്കിപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ വർക്ക് ഉണ്ടെങ്കിൽ ആരാ കൊണ്ടുവരുക? സെൻട്രൽ ഗവൺമെന്റിന് കുറെ ഉദ്യോഗസ്ഥർ വന്നിട്ടാണോ നമ്മുടെ നാട്ടിലേക്കും വീട്ടിലേക്കും വന്ന് സാധനം ചെയ്തിരുന്നത്? അല്ല, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മുഖേനയാണ്, അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നവരാണ് ആശാ വർക്കേഴ്സ് ആണ്. ആശാ വർക്കേഴ്സ് വന്ന് പരിശോധിക്കും. ICDS ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർ വരും, അതിന് അംഗൻവാടി വർക്കേഴ്സ് വരും. ഈ അംഗൻവാടിയും ആശാ വർക്കേഴ്സുകാരാണ് ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, ഒരു ടൈപ്പ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, അല്ലേ? പോസ്റ്റ് ഓഫീസ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ പല കാര്യം, ഇപ്പൊ മൻരേഗ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി. ഈ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മുഖേനയാണ്, അല്ലേ? അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് അവിടുന്ന് കളക്ടർ നേരിട്ട് വന്നിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? അല്ല, സെൽഫ് ഗവൺമെന്റ്, ദാറ്റ് മീൻസ് പഞ്ചായത്ത് വഴിയാണ് നിങ്ങൾക്ക് തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത്, അല്ലേ? അപ്പൊ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പോളിസി മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ട് ആരുള്ളത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാണ്. സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, നേരിട്ടല്ല. അവരെല്ലാ പദ്ധതികളും ആര് വഴിയാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വഴിയാണ് ചെയ്യുന്നത്. എന്ന് കരുതി ഇവർ സബോർഡിനേറ്റ് ആണോ? അപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ ഇവർ സബോർഡിനേറ്റ് അല്ല, ഇവരും ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാണ്. ഓക്കെ, അതായത് ഇവരും ഈ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒരു സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളല്ല. ഇതൊരു സെൽഫ് ഗവേണിംഗ് ഏരിയ തന്നെയാണ്. അത് ചെറിയൊരു പർട്ടിക്കുലർ ഏരിയൻ്റെ അകത്തുള്ള സെൽഫ് ഗവേണിംഗ്. അവിടെ നമ്മൾ ആൾക്കാർ എലക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ബാക്കി വാർഡ് മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർമാരെയും ഒക്കെ നമ്മൾ എലക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? അത് നമ്മൾ ഭരിക്കുന്ന ചെറിയ ഭരണ സംവിധാനം അവിടെ തുടങ്ങുന്നു. ദെൻ സിറ്റിസൺഷിപ്പ്. ദെൻ അല്ല കേട്ടോ, ഇതൊരു സൈക്ലിക്കൽ ആയിട്ട് വരുന്നതല്ല, ഇതിങ്ങനെ കണക്ഷൻ വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൗരത്വം. നമ്മുടെ പൗരത്വം എന്താണ്, പൗരത്വം എങ്ങനെ പോവും, എന്താണ് സിറ്റിസൺഷിപ്പിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പ്. ഇതൊക്കെ ആക്ച്വലി ഒരു സ്റ്റാറ്റിക് ഏരിയ ആണ്. ഇതൊരു സ്റ്റാറ്റിക് ആണ്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണെന്ന് പറയാം. ഇത് കറണ്ട് അഫയേഴ്സ് ആണെന്ന് പറയാം. എമർജൻസി പ്രൊവിഷൻസ് സ്റ്റാറ്റിക് എന്ന് പറയാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് സ്റ്റാറ്റിക് പോർഷൻസ് ആണ്. ജുഡീഷ്യറി കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റിക്, പാർലമെന്റ് കറണ്ട് അഫയേഴ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സ്റ്റാറ്റിക്, ഫണ്ടമെന്റൽ റൈറ്റ് സ്റ്റാറ്റിക്, അമെൻമെന്റുകളും സ്റ്റാറ്റിക് ആണ്. അപ്പോൾ എന്താ സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡൈനാമിക്സ് ഒന്നും അതിന് വരാൻ പോകുന്നില്ല. അതായത് ഓവറോൾ കറണ്ട് അഫയേഴ്സിനനുസരിച്ച് ചേഞ്ചസുകളും വരാൻ പോകുന്നില്ല, വലിയ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. കറണ്ട് അഫയേഴ്സ് പണ്ട് എഴുതി വെച്ച് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബട്ട് റിലേഷൻസ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അമെൻമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് അമെൻമെന്റുകൾ വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ചസുകളൊക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ വരുന്ന ഏറ്റവും ഗോൾഡൻ ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്കണോമിയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. UPSCയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന് പുറമെ
പ്രഷർ ഗ്രൂപ്പുകളെ പറ്റി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് തലോടി പോയാൽ മാത്രം മതി. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും ചോദിക്കാറില്ല. പക്ഷേ ഈ പറയുന്ന ഏരിയയിൽ നിന്ന് മാത്രമേ UPSC ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഈ ഏരിയ ഒഴികെ ഈ ഏരിയയിൽ നിന്നല്ലാതെ വേറൊരു ഏരിയയിൽ നിന്ന് UPSC പ്രിലിംസിനും മെയിൻസിനും ക്വസ്റ്റ്യൻ ചോദിക്കാറ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിസർച്ച് കഴിഞ്ഞ ആളുകളായിരിക്കുമല്ലോ, ഞങ്ങൾ റിസർച്ച് മെറ്റീരിയൽസ് ഇതുമായി ബന്ധപ്പെട്ടൊന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരിക്കലും ഈ ഫാക്കൽറ്റീസ് പറയുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതൊക്കെ സാറ് പറഞ്ഞോടൊക്കെ ശരിയാണെന്ന് വിചാരിക്കാതെ നിങ്ങളുടെ, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിച്ചത് ഇനീഷ്യൽ ഫേസ് തന്നെ. എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ പറയുന്നത് ശരിയാണോ തെറ്റാണെന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സെൽഫ് ഇവാലുവേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സ്പെക്ട് 8 to 10 പ്രിലിംസ് ക്വസ്റ്റ്യൻസ് എവറി ഇയർ ഫ്രം ദീസ് ഇന്റർലോക്കിംഗ് നോട്ട്സ്. ഇതൊക്കെ പിന്നെ കംപ്ലീറ്റ്ലി ഇന്റർലോക്കിംഗ് കൂടിയാണ്. ചുമ്മാ ഒരു ടോപ്പിക്ക് വേറെ ബന്ധപ്പെട്ടില്ല, ഓരോ ടോപ്പിക്കും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് റിട്ടുകളെ പറ്റി ചോദിക്കും. റിപ്പീറ്റേഷൻ വരുന്ന ക്വസ്റ്റ്യൻസുകൾ കേട്ടോ, ഏരിയാസുകൾ, ടോപ്പിക്കുകളാണ് പറയുന്നത്. പലപ്പോഴും UPSC റിപ്പീറ്റേഷൻ വരുന്നത് ഒരു സ്മാർട്ട് സ്റ്റഡീൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ സ്ലൈഡ് കേട്ടോ. ഈ ഒരു ഏരിയ മാത്രം സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എന്നറിയാം. ദാറ്റ് മീൻസ് റിട്ടുകൾ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യൂററി, ക്യോ വാറന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന 5 റിട്ടുകൾ. ആ റിട്ടുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ മണി ബിൽ, ആർട്ടിക്കിൾ 110 പ്രകാരമുള്ള മണി ബില്ലിൻ്റെ ഇൻട്രൊഡക്ഷൻ, മണി ബില്ലിൻ്റെ വിത്ത് ഹോൾഡിംഗ്, മണി ബില്ലുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ. ദെൻ ജുഡീഷ്യൽ റിവ്യൂ. പലപ്പോഴും ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്ന ജുഡീഷ്യൽ റിവ്യൂ ആയിരുന്നു. കാരണം പല നിയമങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ഇറങ്ങുന്ന സമയത്ത് ആ നിയമങ്ങൾ ശരിയില്ലാതെ, ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ 2 വർഷം മുന്നേ നിങ്ങൾ നമ്മളെ ഈ ഒരു ബില്ല് ഫാമേഴ്സ് ബില്ല് അല്ലേ, ഫാമേഴ്സ് ബില്ലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഗവൺമെൻറ് ഡൽഹിയിലൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ബില്ല് പലപ്പോഴും ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ സ്കൂട്ടറിക്കൊക്കെ പോയ ബില്ലുകളാണ് പല ബില്ലുകൾ. ഇപ്പം നമ്മൾ ആധാർ ഇൻട്രൊഡക്ഷൻ സമയത്ത് ആധാർ ഒരു മണി ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ പോയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് മണി ബില്ല് അവതരിപ്പിച്ചത്, അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ വീണ്ടും വന്നു. അങ്ങനെ പലപ്പോഴും പല നിയമങ്ങളും ജുഡീഷ്യൽ സ്കൂട്ടറി അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ അണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂ ചോദിക്കുന്ന ക്വസ്റ്റൻസിന് എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും. ദെൻ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ, നമ്മൾ കേശവാനന്ദ ഭാരതി കേസിലുള്ള പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. അതായത് ഈ പാർലമെന്റിന് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ട്. ദാറ്റ് മീൻസ് ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ള അവകാശമുണ്ട്. ബട്ട് എന്ത് മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങൾ കേശവാനന്ദ ഭാരതി കേസിലാണ് തീരുമാനമാക്കിയിട്ടുള്ളത്. കാരണം പാർലമെന്റിൽ എല്ലാ ഏരിയാസുകളും ഭേദഗതി വരുത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം അത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് ഭരണഘടന എങ്ങനെ വേണമെങ്കിലും ഭരിക്കുന്ന പാർട്ടിക്ക്, ഭരിക്കുന്ന ഏതാണോ ഗവൺമെന്റ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും പാർലമെന്റിന് നമ്മുടെ ഭരണഘടന മാറ്റാമായിരുന്നു. പക്ഷെ ആ ഭരണഘടനയുടെ മാറ്റം, അങ്ങനെ കുറെ നിയമങ്ങൾ വന്ന സമയത്ത് 1973 നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ് വന്നത്. ആ കേശവാനന്ദ ഭാരതി കേസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് നമ്മളെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് പാർലമെന്റിനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാം. ആസ് പെർ ആർട്ടിക്കിൾ പ്രകാരം നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാം. പക്ഷേ ഭേദഗതി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാർലമെന്റിന് ഒരു അന്തസത്ത ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനമാണ്. ഈ ഭരണഘടനയിൽ നിന്ന് മാറ്റം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ സമയത്ത് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ വെച്ച് ലോക്ക് ചെയ്തു. അതിനപ്പുറത്തേക്ക് എന്ത് വേണം ഭരണഘടന നിങ്ങൾ മാറ്റം ചെയ്തോളൂ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേശവാനന്ദ ഭാരതി കേസ് ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത്. ഇതെപ്പോഴും പലപ്പോഴും കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. ദെൻ ഗവർണേഴ്സ് ഡിസ്ക്രിഷണറി പവേഴ്സ്, എപ്പോഴും ഇഷ്യൂ നടക്കുന്ന ഏരിയയാണ് ഗവർണേഴ്സിന്റെ ഡിസ്ക്രിഷണറി പവേഴ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവർണർമാർ എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. ഓരോ സ്റ്റേറ്റിൽ നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതുപോലെ തന്നെ അത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ കോൺഗ്രസ്, CPM, പിന്നെ എന്താണ് കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. BJP പാർട്ടി വളരെ കുറവാണ് കേരളത്തിലെ അവസ്ഥ. അപ്പം ഇവിടെ ഈ കേരള എങ്ങനെ ഭരിക്കണം എന്നുള്ള കാര്യങ്ങൾ കേരള ഗവൺമെന്റ് തീരുമാനിക്കുന്നത് അല്ലേ. കാരണം ഫെഡറലിസം പ്രകാരം കേരള ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ബട്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളാണ് ഗവർണർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി കൺട്രോളിങ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ബട്ട് ഇൻവിസിബിളി അത് കൺട്രോളിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവർണേഴ്സിന്റെ, അല്ലെ ഫോർ എക്സാമ്പിൾ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു എന്താണ് ഒരു ആമായിട്ട് ആണ് ഈ ഗവർണേഴ്സുകൾ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പം പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് തന്നെ പലതവണ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ഇഷ്യൂസുകൾ കേരളത്തിൽ നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും. അപ്പോൾ ഗവർണർക്ക് പലതരം ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പല നിയമങ്ങൾ പാസ്സാക്കുന്ന സമയത്ത് ഗവർണറിന് വേണമെങ്കിൽ ആ ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കാം, നിയമം പാസ്സാക്കാതിരിക്കാം. ഗവർണറിന് അങ്ങനെ ഒരുപാട് ഡിസ്ക്രിഷണറി പവേഴ്സ്. അതുകൊണ്ടല്ല പല സ്റ്റേറ്റുകളിലും ഈ പറഞ്ഞിരിക്കുന്ന ഇൻവിസിബിളി ഔട്ട് ഓഫ് ദ സിലബസ് അല്ല ഔട്ട് ഓഫ് ദ പൊളിറ്റി വരുന്ന സമയത്ത് പൊളിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ടൂളുകളാണ് ആക്ച്വലി ഗവർണേഴ്സ് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ പൊളിറ്റിയിൽ ഗവർണറിനെ നിശ്ചയിക്കാനുള്ളത്, നിയമിക്കാൻ അധികാരമുള്ളത് സെൻട്രൽ ഗവൺമെന്റിനാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇത് വിട്ടുപോകാൻ പാടില്ല.
അപ്പം നമ്മുടെ കേരളത്തിന് ഗവർണർ നിയന്ത്രിക്കുന്നില്ല, തമിഴ്നാടിനെ ഗവർണർ നിയന്ത്രിക്കുന്നില്ല. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി പറയുന്നു, ഓക്കെ ഞങ്ങൾ പറഞ്ഞ വെച്ച് ചെയ്യണം. ഗവർണർ തമിഴ്നാട്ടിൽ ഇരിക്കുന്ന വിജയ് പറയുന്ന പോലെ കേരളത്തിൽ ഇരിക്കുന്ന വി.ഡി. സതീശ് സാർ പറയുന്നു, നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളെ സപ്പോർട്ട് വേണം, ഞങ്ങൾ യു.എയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോവാണെന്ന് പറയുന്ന 2 സ്റ്റേറ്റുകൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ യൂണിറ്ററി ഫീച്ചർ പോവില്ലേ? ആ യൂണിറ്ററി ഫീച്ചർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ചൂണ്ടക്കൊളുത്ത് പോലത്തെ കൊളുത്തിട്ട് എല്ലാത്തിനും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചൂണ്ടക്കൊളുത്താണെന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഗവർണർമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഗവർണറും ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകളും എപ്പോഴും നമ്മൾ ഇഷ്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് UPSC ചോദിക്കും. എപ്പോൾ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് ആട്ടോ. പ്രിലിംസ് അങ്ങനെ ചോദിക്കാവുന്നില്ല, പക്ഷേ മെയിൻസിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ മെയിൻസിന്റെ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അത് നിർബന്ധമാണ് ഈ ഗവർണേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻഷിപ്പ് പവേഴ്സിന്റെ ക്വസ്റ്റ്യൻ. ദെൻ ആന്റി ഡിഫെക്ഷൻ ലോ, 10th ഷെഡ്യൂൾ പറഞ്ഞ ആന്റി ഡിഫെക്ഷൻ ലോ. എന്താണ് ആന്റി ഡിഫെക്ഷൻ ലോ? സിമ്പിൾ സാധനമാണ്. നിങ്ങൾ ഞാനിപ്പോൾ കോൺഗ്രസിൽ നിന്ന്, ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞാൻ ജയിച്ച് പാർലമെന്റിൽ എത്തിയ സമയത്ത് എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. ഞാൻ പറയുന്നു, എനിക്ക് അപ്പം BJP-ക്കാർ വന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നു. എന്തെന്ന് വിജയ് നിനക്ക് 10 കോടി രൂപ ഞാൻ തരാം, നീ ഞങ്ങളുടെ അടുത്ത് വന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാം, ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ മന്ത്രിസ്ഥാനം തരാം, കേന്ദ്രമന്ത്രിസ്ഥാനം തരാൻ പറയും. കോൺഗ്രസ് നിന്ന് എനിക്കൊന്നും കിട്ടില്ല. അപ്പം ഞാൻ നേരെ അങ്ങോട്ടേക്ക് ചാടുന്നു. അപ്പം ഞാൻ ഡിഫെക്ഷൻ ചെയ്യുന്നില്ലേ? ആക്ച്വലി ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയുടെ ആളുകളെ പറ്റിക്കുകയാണ്. അവർ എന്നെ വിശ്വസിക്കുന്നതിന് കൂടുതൽ ആ പാർട്ടിനെ വിശ്വസിച്ച് എന്നെ ജയിപ്പിച്ച് ഇവിടെ എത്തിക്കുന്നു. അപ്പം ഞാൻ കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള ജനങ്ങളെ പറ്റിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ടിക്കറ്റ് എന്ന് ജയിപ്പിച്ചിരിക്കുന്ന ഞാൻ എൻ്റെ ഗവൺമെന്റിനെ പറ്റിക്കുന്നു. ആക്ച്വലി ഞാൻ ഡിഫെക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ആന്റി ഡിഫെക്ഷൻ. അപ്പം പലപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ പോയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അൺസർട്ടൻ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കരുതുക. അപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നു, ഒരു 1000 ഒരു 10,000 കോടി വന്നിരിക്കുന്നു. BJP-യിലുള്ള ഏകദേശം 20ഓളം അല്ലെങ്കിൽ 40-50 മെമ്പേഴ്സിന് അവർ നിങ്ങൾക്ക് ഓരോ മെമ്പേഴ്സിന് 100 കോടി വെച്ച് ഞങ്ങൾ തരാം, നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നറിയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും. അപ്പം നോ കോൺഫിഡൻസ് മോഷൻ, അതായത് ഫ്ലോറിൽ എന്ത് തെളിയിക്കാൻ പറ്റില്ല, ശക്തി തെളിയിക്കാൻ പറ്റില്ല, BJP ഗവൺമെന്റ് കംപ്ലീറ്റ് താഴെ വീഴും അല്ലേ? അപ്പോൾ ആര് വന്ന് തെളിയിക്കും? ഒരു കോൺഗ്രസ് പറയും, ഈ മെമ്പേഴ്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഞങ്ങളെടുത്ത് നോ കോൺഫിഡൻസ് മോഷൻ വെച്ചുകൊണ്ട് ഞങ്ങൾ പാസ്സാകുന്ന പറയുന്നത്. അപ്പോൾ തന്നെ BJP വിട്ട് 150 കോടി കൊടുത്തിട്ട് ഇവരൊക്കെ ഇങ്ങോട്ട് വാങ്ങും വീണ്ടും. അപ്പം ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ടായിരിക്കില്ല, ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കും. എല്ലാ വർഷവും അടിപിടി ബഹളം മാത്രം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആന്റി ഡിഫെക്ഷൻ ലോ 10th ഷെഡ്യൂൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ എമർജൻസി പ്രൊവിഷൻസുകൾ, ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള എമർജൻസി പ്രൊവിഷൻസുകൾ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ അമെൻമെന്റ് പ്രോസസ്, ആർട്ടിക്കിൾ 368 പ്രകാരം, ഇതാണ് ഇവിടെ പറഞ്ഞത്, ആർട്ടിക്കിൾ 368 പ്രകാരം അമെൻഡ് ചെയ്യാനുള്ള അവകാശം എന്ത് നൽകിയിട്ടുണ്ട്? ഭരണഘടനയ്ക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിന്നാണ് UPSC മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ദെൻ വൈ സ്റ്റുഡൻസ് ഫിയർ പൊളിറ്റി ആൻഡ് വൈ ദേ ഷുഡിൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പൊളിറ്റി എന്ന സബ്ജക്റ്റിന് പല ആൾക്കാരും ഈ പൊളിറ്റി എന്ന സബ്ജക്റ്റ് പേടിയാണ്? എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു, ആകെ കൺഫ്യൂഷനാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രശ്നം കറണ്ട് അഫയേഴ്സ്. എല്ലാ ദിവസവും ഒരു ന്യൂസ് പോലും പൊളിറ്റി ഇല്ലാത്ത ഒരു ന്യൂസ് പേപ്പർ പോലും ഇന്നേ വരെ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നേ വരെ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല ഒരു പൊളിറ്റി ന്യൂസ് പോലും ഇല്ലാത്തത്. കാരണം പൊളിറ്റിയാണ് ആക്ച്വലി. ഓക്കെ, അപ്പം മിത്ത് എന്താണ് പറയുന്നത്? മിത്ത് എല്ലാം ചിന്തിക്കാൻ ഞാൻ നേരത്തെ 458 ആർട്ടിക്കിൾ വെറുതെ പഠിക്കണ്ടേ, കംപ്ലീറ്റ്ലി മെമ്മറൈസ് ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങളാണ്. ബട്ട് ആക്ച്വലി അതല്ല. ഞാൻ പറഞ്ഞില്ല, റിപ്പീറ്റായി ചോദിക്കുന്ന 40 മുതൽ 50 ആർട്ടിക്കിൾസ് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞൊരു ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചു കണ്ടല്ലോ, 368 അമെൻമെന്റ് പ്രോസസ്, 356 എമർജൻസി പ്രൊവിഷൻസ് അല്ലേ, മണി ബില്ല് 110, അതുപോലെ തന്നെ 14 മുതൽ ഏകദേശം 32 വരെയുള്ള ആർട്ടിക്കിൾസ്, 15 ആർട്ടിക്കിൾസ് അങ്ങനെ പഠിച്ചു, 16 അങ്ങനെ കുറച്ച് 341 സമയത്ത് നമ്മുടെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുന്നതിനെ പറ്റിയിട്ട് അങ്ങനെ കുറച്ച് ഈ ആർട്ടിക്കിൾസ് മാത്രം. ഇതന്നെ ബൈഹാർട്ട് പഠിക്കണ്ട. ഇത് ബൈഹാർട്ട് പഠിക്കുക വെച്ചാൽ കറക്റ്റ് കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആർട്ടിക്കിൾ 14, 15, 16, 17 വന്നുകൊണ്ടിരിക്കും. ബൈഹാർട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ബൈഹാർട്ട് പഠിക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ മൈൻഡിലേക്ക് ആർട്ടിക്കിൾസ് വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് വേണ്ട, ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് വേണ്ടാത്തതാണ്. UPSC സംബന്ധിച്ച് ഒരിക്കലും എല്ലാ ആർട്ടിക്കിൾസിനെ പറ്റി ചോദിക്കുന്ന ഏരിയാസ് പ്രിലിംസും ചോദിക്കില്ല, മെയിൻസും ചോദിക്കില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പ്യൂർലി ലോജിക്കലാണ്, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, പൊളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ഇന്റർ കണക്റ്റഡ്. അപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പും കണക്റ്റഡ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സും സിറ്റിസൺഷിപ്പും കണക്റ്റഡ് ആണ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പാർലമെന്റും കണക്റ്റഡ് ആണ്. എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കണക്ഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളും ഈസിയാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് മൻരേഗ പോലെയുള്ള ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പം എന്തിനാണ് ഈ പഞ്ചായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പോൾ ആലോചിക്കുക, കൊണ്ടുവന്നാരാണ്? പഞ്ചായത്താണ് അല്ലേ? അപ്പോൾ പഞ്ചായത്ത് എന്ത് വകയിലാണ് കൊണ്ടുവന്നത്? സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് അല്ലേ, ആശാ വർക്കേഴ്സിന് കൊണ്ടുവന്നാൽ പറയുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചായത്ത് കൊണ്ടുവന്നത്?
അപ്പം തന്നെ നമുക്ക് ആലോചിച്ച് പോകണം, ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ല. സെൻട്രൽ ഗവൺമെന്റിന് ഡയറക്റ്റ് ഉദ്യോഗസ്ഥന്മാർ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവല്ലോ, പോസ്റ്റ് ഓഫീസ് വഴി വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു. അത് ഡയറക്ട്ലി സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറയാം. ആശാ വർക്കേഴ്സ് വഴി കൊണ്ടുവരായിരുന്നു. അംഗനവാടി വർക്കേഴ്സ് വഴി മൻരേഗ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ബട്ട് വൈ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൽഫ് ഗവേണിംഗ് ഗവൺമെന്റിന് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പൊ അവിടെ ഒരു ഇന്റർ കണക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രൊജക്റ്റിന് നോക്കും അല്ലെ, ആ പ്രൊജക്റ്റ് നോക്കും എന്താണ് മൻരേഗ പദ്ധതി. അപ്പം ഒരു കറക്റ്റ് ഇവാലുവേഷൻസ് ആവശ്യമായിട്ടുണ്ട്, കറക്റ്റ് പാറ്റേൺ ആവശ്യമായിട്ടുണ്ട്. അപ്പം അതിനൊരു ഇവാലുവേഷൻ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഭരണ സംവിധാനം തന്നെ വേണം. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുന്നു നമ്മുടെ ഈ സുകന്യ സമൃദ്ധി യോജന എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പല പ്രോഗ്രാംസുകളുണ്ട്. ദാറ്റ് മീൻസ് ഇൻഷുറൻസ് പോളിസി പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാംസുകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ പല ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട്. ഇത് പഞ്ചായത്തെല്ലാം കൊണ്ടുവരുന്നു. നമുക്ക് ആരാണ് തരുന്നത്? ഇത് കൊണ്ടുവരുന്ന ആരാണ്? പോസ്റ്റ് ഓഫീസർ അല്ലെ. പോസ്റ്റ് ഓഫീസർ സുകന്യ സമൃദ്ധി യോജന എന്ന പ്രോഗ്രാം സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ പെമ്മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ നിക്ഷേപിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വലിയ പൈസ, കല്യാണ സമയത്തേക്ക് വലിയ പൈസ തിരിച്ചു കിട്ടും. ഇത് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പം അവിടെയാണ് നിങ്ങളെ കണക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നേരെ നിങ്ങൾ ഇനി ആശാ വർക്കേഴ്സിന് എടുത്ത് നോക്കും. ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ അംഗനവാടി വർക്കേഴ്സ്, അവരാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഗർഭിണികളായിട്ട് ആളുകൾ വീടുകൾക്ക് ഉണ്ടെങ്കിൽ അവർ ഓക്കെ ആണോ, അവരുടെ ഹെൽത്ത് ഓക്കെ ആണോ, ഇനി കുട്ടിയായാൽ പോലും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അമൃതം പൊടി തുടങ്ങിക്കുന്ന പോഷകാഹാരങ്ങൾ തരുന്നത്, സമീകൃത ആഹാരങ്ങൾ തരുന്നത്, അവരെ മെന്റൽ ഹെൽത്ത് പരിശോധിക്കുന്നത് അല്ലെ, കുട്ടികളുടെ മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളുടെ മെന്റൽ ഹെൽത്ത്, ലാക്ടേറ്റിംഗ് മദേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് പരിശോധിക്കുന്നത്, അവർ എന്താണ് കംപ്ലീറ്റ്ലി ഓക്കെ ആണോ, ശരീരം ഓക്കെ ആണോ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും വിറ്റാമിൻസ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ പരിശോധിക്കുന്നവരാണ് ആശാ വർക്കേഴ്സ് ആണ്. ഇത് പഞ്ചായത്ത് മെമ്പേഴ്സ് എല്ലാം ഒന്ന് പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടല്ല പരിശോധിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു ഇന്റർ കണക്ഷൻസ് ആണ്. സോ വൈ, ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് പറഞ്ഞ കാര്യം, വൈ എന്നൊരു സാധനം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പൊളിറ്റിന്റെ പല കാര്യങ്ങളും എന്താണ് അൺലോക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ അൺലോക്കിങ്ങിൽ കിട്ടും നിങ്ങളുടെ പൊളിറ്റിന്റെ പഠനം കുറച്ചുകൂടി ഈസി. അല്ലാതെ ബുക്കിൽ തന്നെ തിരിച്ച് വരണം ഞാൻ പറയുന്നില്ല. ഓരോന്ന് അൺലോക്ക് ചെയ്ത് നോക്കുക. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടത് അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ ലേണിംഗ് കർവ്, ബിൽഡ് ദ മെന്റൽ മാപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിന് സ്ട്രോങ് ഫൗണ്ടേഷൻ. ഇതൊക്കെ വൈ എന്നൊക്കെ ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണെന്ന് ആദ്യം അറിയണമല്ലോ, അറിയാം. അതിനുശേഷം അതിന്റെ കണക്ഷൻസുകളും കാര്യങ്ങളൊക്കെ റെക്കഗ്നീഷൻ സ്റ്റേജ് ആണ്. അപ്പോൾ ആദ്യം എല്ലാം, ഇപ്പോൾ പാർലമെന്റ് പഠിക്കുന്നു, പ്രൈം മിനിസ്റ്ററെ പഠിക്കുന്നു, പ്രസിഡന്റിനെ പഠിക്കുന്നു, ബൈഹാർട്ടല്ല, എല്ലാവരും ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇവർ നമ്മളെ കണക്ഷൻസുകൾ നോക്കാം. സോ എന്താണ് ഇവർ നമ്മളെ കണക്ഷൻസ് വരുന്നത്, എന്തിനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ചോദിക്കാനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ടാവും. ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രധാനമന്ത്രിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ദെൻ വൈ പ്രസിഡന്റ്, എന്തിനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആൾ വെറുതെ എന്നാലോചിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയും ഒരു വളരെ വലിയ നിയമനിർമ്മാണ സഭയും പാർലമെന്റും ഉണ്ട്, പ്രധാനമന്ത്രിയും ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളെന്തിനാ വെറുതെ ചുമ്മാ ഈ എന്താണ് പതക്കങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ? ചുമ്മാ ആലോചിച്ചു. അപ്പൊ ഈ പറഞ്ഞ ആലോചനയിൽ വൈ പ്രസിഡന്റ് എന്ന ചോദ്യത്തിന്റെ അകത്ത് നിങ്ങൾക്ക് പ്രസിഡന്റിന്റെ ഇമ്പോർട്ടൻസ് അവിടെ കിട്ടും. ഓക്കെ, എന്തിനാണ് പ്രസിഡന്റ് ഇത്രയും പൈസയും കൊടുത്ത് ഇങ്ങനത്തെ ഒരാളെ നിൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഭരണത്തിൽ ഒരു രീതിയിലും കൈകാര്യം ചെയ്യാത്ത ഒരാൾ, അല്ലെങ്കിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഗവർണൻസ് എന്താണ് ഗവർണൻസ്, വെറുതെ ഒരു ആവശ്യമില്ല എത്ര കാലം പൈസ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഇതാണ് പറഞ്ഞത്, പാറ്റേൺ റെക്കഗ്നൈസ് ആദ്യം ബിൽഡ് ചെയ്യുക, നിങ്ങളെ ബേസ്മെന്റ് സ്ട്രോങ് ആക്കുക, എന്നിട്ട് ഇവർ നമ്മളെ ഇന്റർ കണക്ഷൻസുകൾ ഐഡന്റിഫൈ ചെയ്യുക, പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യുക. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ ഇലക്ഷൻ കമ്മീഷൻ, യു ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റാൻഡ് ദ UPSC ആൻഡ് CAG അല്ലെ. അവിടെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി നിങ്ങളെപ്പം മനസ്സിലാക്കുന്നു, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മറ്റ് മേഖലകളെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കിയാൽ എന്താണ് ഡെമോക്രസി മനസ്സിലാവും, UPSC എന്താണെന്ന് മനസ്സിലാവും അല്ലെ. ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കിയാൽ UPSC എന്തിനാണ്, ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങൾ ചെയ്യാൻ നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കണം. UPSC അല്ലെ, UPSCയിൽ സെലക്ട് ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സ് ആയിരിക്കണം, കൺട്രോളർ ഓഡിറ്റ് ജനറൽ. അപ്പോൾ ഇങ്ങനെ കണക്കുകൾ കാണിക്കണം. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് കിട്ടും. അതായത് ഓരോ കാര്യങ്ങളും ഓരോന്നും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോന്നും കുരുക്കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് സിവിൽ സർവീസിന്റെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എങ്ങനെ ട്രിഗർ ചെയ്യാം? ഫസ്റ്റ് SC ജഡ്ജ്മെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്കാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഓൺ പ്രൈവസി, അല്ലെങ്കിൽ ഗവർണേഴ്സ് വിത്ത് ഹോൾഡിംഗ് അസെന്റ്. ഗവർണർ ഒരു ബില്ല്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഒരു ബില്ല് ഗവർണർ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് പ്രൈവസിയുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് മനസ്സിലാക്കി, ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്ന രണ്ട് ന്യൂസുകളാണ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് വെച്ചാൽ ആർട്ടിക്കിൾ 21. അതിൻ്റെ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു പ്രൈവസി. ഓക്കെ, ആർട്ടിക്കിൾ 200 എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് ഫ്രിക്ഷൻ, അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസം. അതായത് ന്യൂസിൽ വരുന്നു, ഓക്കെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അബൌട്ട് സംതിങ് അബൌട്ട് പ്രൈവസി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ന്യൂസിൽ വരുന്നു.
അപ്പോൾ ചുമ്മാ ഓക്കെ സംതിങ് അബൌട്ട് പ്രൈവസി എന്ന് പറഞ്ഞ് എഴുതി പോകല്ല നിങ്ങൾ വേണ്ടത്. അപ്പോൾ അത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ ഭരണഘടന ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് നൽകുന്നത്, എന്തൊക്കെയാണ് ഗവൺമെന്റ് സപ്പോർട്ടുകൾ നൽകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗവർണർ ഞാൻ പറഞ്ഞില്ല, ഗവർണർ ഒരു ബില്ല് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഗവർണർ ഹോൾഡ് ചെയ്യുന്നു എന്നാൽ പിന്നെ അയാളെ പിടിച്ച് തല്ലിയിട്ട് ബില്ല് നമുക്ക് പാസ്സാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി. അല്ല, ഇത് പലപ്പോഴും ഞാൻ ഏതോ ഒരു ക്ലാസ്, ഒരു ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഗവർണർ വിത്ത് ഹോൾഡിങ് അന്ന് എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയിരുന്നു. ആ സമയത്ത് സർ, ഗവർണറിന് അങ്ങനെ ബില്ല് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് സൈൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് പാസ്സാക്കി കൂടെ. ഇത്രത്തോളം ആൾക്കാർ കേരളത്തിലില്ല. കേരളത്തിൽ ഒരു ഗവർണർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മന്ത്രിമാരുണ്ടാണ്, പോലീസ് ഉള്ളത്, എല്ലാ സംഭവങ്ങളിലും. എന്തിനാണ് ഗവർണർ പേടിക്കുന്നത്? നമുക്കത് പിടിച്ചു വാങ്ങി ചെയ്തുകൂടെ എന്നുള്ള കാര്യങ്ങൾ. ഗവർണർ വിത്ത് ഹോൾഡിംഗ് ബിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചത് എന്താണെന്ന്, ഒരു ബില്ലൊക്കെ ഹോൾഡ് അത് നല്ലതാണ്. ബിക്കോസ് ആ ചിന്താഗതി തന്നെ അവിടെ ഒരു കാരണവശാൽ അവിടെ ആൻസർ കൊടുത്ത സമയത്ത് ഒരു കാരണവശാൽ ഇനി അവർ ഒരു ജീവിതത്തിൽ മറന്നു പോകില്ല. എന്തിനാണ് ഈ വിത്ത് ഹോൾഡിംഗ്, എന്തിനാണ് ഗവർണർ സാധനങ്ങൾ. അപ്പം ഇവിടെ ആർട്ടിക്കിൾ 200 എന്താണ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മെല്ലെ പഠിച്ചു തുടങ്ങും അല്ലേ. അപ്പോൾ ഓരോ ന്യൂസുകളിൽ നിന്നും ഇതൊക്കെ നമ്മൾ അറിയണം കേട്ടോ, ഈ സ്റ്റാറ്റിക് ഏരിയസ് അറിയണം. അപ്പോൾ സ്റ്റാറ്റിക് ഏരിയസുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ദെൻ എക്സാം ബേസ്ഡുള്ള ക്വസ്റ്റൻസിലേക്ക്, ഓക്കെ, എക്സാം ബേസ്ഡുള്ള ക്വസ്റ്റനിലേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, സ്റ്റാറ്റിക് നമ്മൾ പഠിച്ചു വെക്കുന്നു, കറണ്ട് അഫയേഴ്സ് നമുക്ക് ന്യൂസ് കിട്ടുന്നു, സ്റ്റാറ്റിക്കുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുന്നു, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യക്തമായിട്ട് നമ്മൾ ചിന്തിച്ചെടുത്തേക്കുന്ന അനലിറ്റിക്കൽ ചിന്തിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ കൊടുക്കുന്നു. അവിടെ പറഞ്ഞത് ടെസ്റ്റ് ദ ബൗണ്ടറി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്, നോട്ട് ജസ്റ്റ് ന്യൂസ് ഹെഡ്ലൈൻസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ബൗണ്ടറികൾ എന്തൊക്കെയാണ്, റൈറ്റ് പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ, അല്ലേ. ഫോണുകൾ, ഇപ്പം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന റൈറ്റ് പ്രൈവസി, നമ്മൾ ഫോൺ മറ്റൊരു ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോൾ ഫോൺ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പല ഡീലിങ്സുകൾ, ഡ്രഗ് ഡീലിങ്സുകളോ അല്ലെങ്കിൽ വെപ്പൺ ഡീലിങ്ങുകളോ നടത്തുന്നുണ്ടാവും. പക്ഷേ ഫോൺ ആരും എടുക്കാൻ പാടില്ല, റൈറ്റ് പ്രൈവസിന്റെ വയലേഷൻ ആണ്. നമ്മൾ ഫോൺ ടാപ്പ് ചെയ്യാൻ പാടില്ല, ഫോൺ ടാപ്പ് ചെയ്യുന്ന റൈറ്റ് പ്രൈവസിന്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ ടെററിസ്റ്റ്, ഞാൻ മറ്റ് പുറം രാജ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫോൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് പ്രൈവസി ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. പക്ഷേ ഞാൻ ചെയ്യുന്നതാണ് രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് പ്രൈവസി മാറ്റർ അല്ലേ. അപ്പം ആ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബൗണ്ടറികൾ എവിടേക്കാണെന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്തു. ഇത് നേരിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ UPSC ആസ്പിറന്റ് എന്ന് പറയും. നേരിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ UPSC ആസ്പിറന്റായി മാറുന്നു. ഇനിയല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താണ്, അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ അതിന്റെ ബൗണ്ടറികളും കാര്യങ്ങളൊക്കെ ഡിമാർക്കേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായി മാറും, നിങ്ങൾ ഒരു മോർ ദൻ ഒരു UPSC ആസ്പിറന്റിൽ നിന്ന് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ട് മാറും. നമുക്ക് വേണ്ടത് എക്സ്പേർട്ട് ആയിട്ടുള്ള ബ്യൂറോക്രസിമാണ് വേണ്ടത്. ഓക്കെ, സോ ദ കീ സെറ്റ്. കാരണം 7 ലക്ഷം 14 ലക്ഷത്തോളം UPSC ആസ്പിറൻസ് ഉണ്ടെങ്കിൽ അതിലൊരാളാവാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 1000 ആൾക്കാരായി മാറുന്ന ഒരു ബ്യൂറോക്രാറ്റിലേക്ക് എത്താനാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മൾ ചിന്താഗതി അങ്ങനെ പോകണ്ടേ. നോർമലി നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും എഴുതൂലേ, ഈ പറഞ്ഞിരിക്കുന്ന 10 ലക്ഷം ആൾക്കാരും ഈ പറഞ്ഞ രീതിയിൽ എഴുതാൻ ശ്രമിക്കും. പക്ഷേ അത് വ്യത്യസ്തമാണ്. എന്താണ്, കറണ്ട് സിനാരിയോ മനസ്സിലാക്കി എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നൊരു ഐഡിയ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഈ വീക്കിന്റെ ലാസ്റ്റ് ആവുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്ലാസ്സും തരും. മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ വീക്കിലും ഇനീഷ്യൽ ഫേസിൽ വീക്കിൽ ഒരു 3 മെയിൻസ് ക്വസ്റ്റ്യൻസ് തരും. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്ത് തന്നാൽ മതി. ഓക്കെ, നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പതുക്കെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരിക്കലും അതിനൊരു ടൈം നോക്കണമല്ല, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇത് നിങ്ങൾക്ക് പോയാൽ മതി. ഓക്കെ, കീ ഇൻസൈറ്റ്, നെവർ റീഡ് ദ ന്യൂസ് ഇൻ ഐസൊലേഷൻ. ദാറ്റ് മീൻസ് ന്യൂസായിട്ട് മാത്രം മാറ്റരുത്. എവറി ഹെഡ്ലൈൻ ഈസ് ജസ്റ്റ് ലൈവ് എക്സസൈസ് ഓഫ് സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. അതായത് ന്യൂസായിട്ട് മാത്രം മാറ്റരുത്. ന്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ എന്താണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റിന്റെ ഡൈനാമിക് ആയിട്ടുള്ള ഏരിയസ്, ലൈവ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഓപ്പറേഷൻ തൂഫാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാൻ. അപ്പോൾ ഓപ്പറേഷൻ തൂഫാനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പല ആൾക്കാരെയും പിടിക്കുന്നുണ്ട്. എന്താണ്, ഡ്രഗ്സ് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു, ഡ്രഗ്സ് വരുന്നു പോകുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഡ്രഗ്സ് പിടിക്കുന്നത്, പെരുമ്പാവൂരൊക്കെ കുറേ ഡ്രഗ്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് മാത്രം പോകുന്നു. അപ്പം നമ്മളിവിടെ ആക്ച്വലി പഠിക്കേണ്ടത് ഡ്രഗ്സിന്റെ ഒരു എന്താണ്, ഒരു ഫ്ലോ ഓഫ് നമ്മളിവിടെ ആക്ച്വലി ചെയ്യുന്നത് ഫ്ലോ ഓഫ് ഡ്രഗ്സ്. അതായത് കേരളത്തിലേക്ക് ഡ്രഗ്സ് വരുന്നു, ഈ ഡ്രഗ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നത്, നെക്സ്റ്റ് ജനറേഷൻ എന്താണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ന്യൂസിൽ കണ്ട കാര്യം, കേരളത്തിലേക്ക് ഡ്രഗ്സ് വരുന്നു, പല രാജ്യങ്ങളിൽ നിന്ന് ഡ്രഗ്സ് വരുന്നു, അത് യൂട്ടിലൈസ് ചെയ്യുന്നു, ജനങ്ങൾ എന്താണ്, നമ്മുടെ യുവത്വം നശിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പം നമ്മളിതിന് ഇനി എന്താണ് സ്റ്റാറ്റിക് പോർഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കും. സ്റ്റാറ്റിക് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാറ്റിക് പോർഷൻ എവിടെയൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് നോക്കാൻ പറ്റും അല്ലേ.
ഇല്ലീഗൽ എക്കണോമിക് ആക്ടിവിറ്റീസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിനെ കംപ്ലീറ്റ്ലി IR വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമ്മുടെ സൊസൈറ്റി പല ആർട്ടിക്കിൾസ്, ഞാൻ ഓരോ ആർട്ടിക്കിൾ മാത്രം എടുത്ത് പറയുന്നില്ല, പല ആർട്ടിക്കിൾസും ക്രൈം നടക്കുന്നുണ്ടാവും അല്ലേ? ഡ്രഗ്സ് ഉപയോഗിച്ച് പല ക്രൈമുകൾ നടക്കുന്നുണ്ട്. അപ്പം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് നടക്കും. ഇപ്പോൾ ഒരാൾ ഡ്രഗ് ഉപയോഗിച്ചിട്ട് എന്താണ് വഴിയെ പോകുന്ന ഒരാളെ തല്ലി കൊന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിന്റെ വയലേഷൻ ആണ് അല്ലേ? അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഒന്നുമില്ല, ഒരു ഒരു എന്തെങ്കിലും ഒരു ജാതി വെറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർട്ടിക്കിൾ 14ന്റെ വയലേഷൻ ആണ്. അങ്ങനെ പല പല വയലേഷൻസുകൾ വരും. അപ്പോൾ ഈ കാര്യങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി പെരുമ്പാവൂരിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വരുന്നത് അല്ലേ? അപ്പോൾ പെരുമ്പാവൂരിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ട് പെരുമ്പാവൂർ എന്ന സ്ഥലം, അവിടെ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി വന്നിട്ടുള്ളത്? അപ്പോൾ മൈഗ്രേഷൻ. അപ്പോൾ നമ്മളോട് മൈഗ്രേഷനെ പറ്റി പഠിക്കും. സോ വാട്ട്സ് മൈഗ്രേഷൻ, എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത്, എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ തന്നെ പ്രിഫർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ മൈഗ്രേഷനെ പറ്റി പഠിച്ചു, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അപ്പം നമ്മളവിടെ പല ആർട്ടിക്കിൾസ് ഡീകോഡ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അവരെന്തുകൊണ്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു? അവരോടൊന്ന് പണി മാത്രം എടുക്കുന്നില്ല, അവർക്ക് വേണ്ടി അവർ ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് ആർട്ടിക്കിൾസിന്റെ വയലേഷൻസ്? അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്താണ് അൺടൈഡ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ കോൺസെപ്റ്റിന്റെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈവ് സ്റ്റാറ്റിക് കോൺസെപ്റ്റിന്റെ ലൈവ് ആയിട്ടുള്ള എക്സസൈസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്, ഇനി ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റിക് കോൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കണം. ചുമ്മാ എഴുതി കൊടുക്കുന്നത് മാത്രം, നിങ്ങളുടെ അഭിപ്രായം ചോദിക്കൽ മാത്രമല്ല, അഭിപ്രായം ചോദിക്കാൻ നിങ്ങൾക്കൊരു ബേസ്മെന്റ് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഇനി ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. എപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് നിങ്ങളൊരു പൊളിറ്റി എന്ന് പറഞ്ഞ സബ്ജക്ട് ഇൻ സെൽഫ് ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങൾ, അപ്പാർട്ട് ഫ്രം നമ്മളെ ക്ലാസ്സുകളിൽ നിന്ന്. ഫൗണ്ടേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് NCERT-ൽ നിന്നാണ്. ദെൻ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞിരിക്കുന്ന റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ഡ്രൈവിൽ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഏറ്റവും വേണ്ടത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സും മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ PYക്കുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ പൊളിറ്റിയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ NCERT കംപ്ലീറ്റ്ലി പഠിച്ചതിന് ശേഷം PYക്കുമായിട്ട് അനലൈസ് നോക്കാം, പ്രിലിംസ് ആൻഡ് മെയിൻസ്. അപ്പം നിങ്ങൾ പൊളിറ്റി കംപ്ലീറ്റ് NCERT കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ലക്ഷ്മികാന്ത് വേണമെങ്കിൽ ഒരു സിംഗിൾ റീഡിംഗ് പോയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മികാന്ത് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മൾ ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ലക്ഷ്മികാന്തും അതുപോലെ തന്നെ മറ്റ് വേറെ ആക്റ്റുകളും, അങ്ങനെ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ, 3 ടെക്സ്റ്റ് ബുക്കുകളെ റെഫർ ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. NCERT കംപ്ലീറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിന് പുറമെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്ന ലക്ഷ്മികാന്തും വേറെ ആക്ടിൽ നിന്നൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വേണ്ടത് പിന്നെ എന്താണ്, കറണ്ട് അഫയേഴ്സുമായിട്ട് എപ്പോഴും ലെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫസ്റ്റ് ഫേസ് മുതലേ പോകണം. എപ്പോഴും കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ദെൻ പീരിയോഡിക്കലായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, സൈക്ലിക്കലായിട്ട് റിവിഷൻസ്. എപ്പോഴും എന്താണ്, പീരിയോഡിക്കലായിട്ട് നിങ്ങളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ പഠിച്ച എന്താണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഫൈനലി മോക്ക് ടെസ്റ്റുകൾ, ഈ പ്രിലിംസ് ബേസ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെയിൻസ് ബേസ്ഡ് ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, തെറ്റോ ശരിയോ ഒന്നും നോക്കണം. നിങ്ങൾ പ്രാക്ടീസ് ടൈമാണ്. നിങ്ങൾ മാർക്ക് കിട്ടിയതോ കുറയുന്നതോ അതൊന്നും വിചാരിക്കണം. ചിലപ്പോൾ നെഗറ്റീവ് മാർക്കിന് പോകും, ചിന്തിക്കാനേ പാടില്ല. അതൊന്നൊരു ഇഷ്യൂവേ അല്ല ഇവിടെ അത് വരുന്നത്. പക്ഷേ ചെയ്യുക എന്നുള്ളതാണ്, കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ഫസ്റ്റ് കാര്യങ്ങൾ. കൺസിസ്റ്റൻസി നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നിങ്ങൾ എന്തായിക്കോളും, നിങ്ങൾ ഇമ്പ്രൂവ് ആയിക്കോളും, നിങ്ങൾ പോലെ അത് ഇമ്പ്രൂവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആർസനൽസ് എന്തായിരിക്കണം? ലക്ഷ്മികാന്ത്, NCERT ക്ലാസ് 11 പറയുന്നൊരു കാര്യമുണ്ട്, ഫൗണ്ടേഷൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. ഭയങ്കര ഫൗണ്ടേഷനാണ് സിവിൽ സർവീസിനെ സംബന്ധിച്ച്. ഓക്കെ, ലക്ഷ്മികാന്ത്, ബെയർ കോൺസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ കറണ്ട് അഫയേഴ്സ്, PRS ലെജിസ്ലേറ്റീവ്, PIB, ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഏത് പേപ്പേഴ്സുമാണ് യൂട്ടിലൈസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഈ മാഗസിൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. ഇതിന് പുറമെ യോജന, കുരുക്ഷേത്ര, നമ്മുടെ തന്നെ ക്യൂരിയസ് മാഗസിനൊക്കെ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെയൊക്കെ ബേസ്ഡായ ടെസ്റ്റുകൾ വരും കേട്ടോ. നിങ്ങൾക്ക് മോർണിംഗ് ടൈം തന്നിട്ടുള്ളത് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി. ഇതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇനി പതുക്കെ ഓരോ ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. PIB ബന്ധപ്പെട്ട ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാ സാധനങ്ങളും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. മാസത്തിലാകെ 4 മാഗസിനിൽ വരുന്നല്ലോ. ഒരു മാസം കംപ്ലീറ്റ് 30 ദിവസം കയ്യിലുണ്ട് അത് വായിച്ചെടുക്കാൻ വേണ്ടി. സമയം എടുത്ത് നിങ്ങൾ വായിച്ചു തീർത്തു. ഓക്കെ, ബ്ലൈൻഡ്ലി മെമ്മറൈസിങ് ബ്ലൈൻഡ്ലി വിത്തൗട്ട് വൈ, അതായത് ഒരിക്കലും മെമ്മറൈസ് ചെയ്യരുത്. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഇന്ത്യയിലുണ്ട്. അപ്പോൾ എന്തിനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ചോദ്യം നിങ്ങൾ അത് ഡീകോഡ് ചെയ്യാതെ പ്രസിഡന്റിനെ പറ്റി പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ആർട്ടിക്കിൾ 72, 76, 75 വെറുതെ പഠിക്കുന്ന മാത്രമേ ഉണ്ടാവും. അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. ആക്ച്വലി ആ സിവിൽ സർവീസിൽ ഒരു കാര്യമില്ല. ബിക്കോസ് നിങ്ങൾ പഠിക്കുന്നതിനെക്കാളും അടിപൊളിയായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന IIT-ലും NIT-ലും IIM-ലൊക്കെ പഠിച്ചിരിക്കുന്ന അടിപൊളി കുട്ടികളുണ്ട്. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി, മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അവർ പഠിക്കുന്ന സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം?
വ്യത്യസ്തമായി നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ്ലി മെമ്മറൈസിന് പരമായിട്ട് എന്തിനത് പഠിക്കുന്നു, എന്തിനാണ് ഈ ടോപ്പിക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത്. സോ ഇവിടെ പാർലമെന്റ് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാർലമെന്റ് പ്രൊസീജിയേഴ്സ് പഠിക്കുന്ന സമയത്തോ ഐഡന്റിഫൈ ചെയ്യുക എന്തിനിത് പഠിക്കുന്നു, എന്താണ് ഈ മണി ബില്ല്, എന്താണ് മണി ബില്ലിന് ഈ പറഞ്ഞ രീതിയിലൊരു എന്താണ് റിവേഴ്സൽ ഇല്ലാതിരിക്കുന്നത്, പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് എന്തിനാണ്, പ്രസിഡന്റാണ് ഏറ്റവും കൂടുതൽ ഈ ആർമി പവർ കൊടുത്തിട്ടുള്ളത്, എന്തിനാണ് പ്രസിഡന്റ് അങ്ങനത്തെ പവർ കൊടുത്തിട്ടുള്ളത്, പാർലമെന്റിൽ കൊടുക്കാത്ത ആഭ്യന്തരമന്ത്രി കൊടുക്കാത്ത കാര്യങ്ങൾ എന്തിനാ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു, എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുകൾ ഇല്ലാത്തത്, എന്തുകൊണ്ട് അവർക്ക് എനർജി ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങളിലേക്ക് കൈകടത്താൻ പറ്റാത്തത്, അല്ലെ? എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന ഏതെങ്കിലും സ്റ്റേറ്റുകൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഡിഫൻസ് മിനിസ്റ്റർ എന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് എന്തുകൊണ്ട് അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിറ്റി എന്ന് പറഞ്ഞ സബ്ജക്ട് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പിന്നെ പോളിറ്റി എന്ന സബ്ജക്ട് UPSCക്ക് വേണ്ടി മാത്രമല്ല, ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് വേണ്ട കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന പോളിറ്റി എന്ന സബ്ജക്ട്. ഓക്കെ, ദെൻ നിങ്ങൾ PYQ ഇഗ്നോർ ചെയ്യുന്നത്, ബാക്കിയൊക്കെ ഓക്കെ, നിങ്ങൾ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ നിങ്ങൾ പഠിച്ചു, ബട്ട് PYQ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സിവിൽ സർവീസിൽ നിങ്ങൾ എത്താൻ സാധിക്കില്ല. PYQ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കണം. എന്താണ് പഠിക്കുന്നത്, പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ദെൻ ഇഷ്ടംപോലെ ബുക്സിൽ പഠിക്കുന്നത്, ഒരേ സാധനം തന്നെ 5-10 ബുക്ക് പഠിക്കുന്ന പകരമായിട്ട് ഒരു ബുക്കിനെ തന്നെ 5 തവണ പഠിക്കുക. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് പൊളിറ്റി മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഒരു ബുക്കിനെ തന്നെ 5 തവണ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ വന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 5 പുസ്തകങ്ങൾ ഓരോ തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് പാടില്ല. അപ്പം നിങ്ങളിനി ഇറങ്ങി കഴിഞ്ഞ സമയത്ത്, ഇനി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാരും വന്ന് പറയും, നീ അത് പഠിച്ചില്ല, ഇത് പഠിച്ചില്ല. പല വയാടികൾ വന്നിട്ട് പറയും, ആ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചില്ല, ഈ മെറ്റീരിയൽസ് പഠിച്ചില്ല, ആ മെറ്റീരിയൽസ് അടിപൊളിയായിരുന്നു, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാണ്, ആ മെറ്റീരിയൽസ് അടിപൊളിയാണ്, നിങ്ങൾ പല ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോൾ വെക്കുന്നു അവിടെ മുതൽ നിങ്ങൾ ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ പാനിക്കാം, നിങ്ങൾ ഫെയിൽ ആവും. ബിക്കോസ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മെറ്റീരിയൽസ് ദിവസം നമ്മുടെ പല ടെലിഗ്രാം ചാനൽസുകളും പല സ്ഥലങ്ങളിലും UPSC ബന്ധപ്പെട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ നോളജ് സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൊമ്മയായി മാറുകയുള്ളൂ. നിങ്ങൾക്ക് അനലിറ്റിക്കൽ കപ്പാസിറ്റി കുറവായിരിക്കും. 100-ൽ 100 മാർക്ക് വേണമെന്ന് UPSC പറയുന്നില്ല, എവിടെയും പറയുന്നില്ല. 100-ൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 35-40 മാർക്ക് മതിയാവും. പക്ഷേ 45 മാർക്ക് വാങ്ങേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ വ്യക്തമായിരിക്കണം. ഓക്കെ, നിങ്ങൾ 5 ടെക്സ്റ്റ് ബുക്കോ 6 മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസിനെ പറ്റി അറിയാൻ സാധിക്കും, പക്ഷേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ 5 തവണ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്ന 30 ക്വസ്റ്റ്യൻസ്, 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് അറിയാനും വ്യക്തമായിട്ട് ആൻസർ ചെയ്യാനും സാധിക്കും. ഓക്കെ, മറ്റേതുപോലെ ബാക്കി 7 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. കുഴപ്പമില്ല, വിട്ടേക്ക്. 30-ന് 2 എത്ര മാർക്ക് കിട്ടി? 60 മാർക്ക് അവിടെ കിട്ടില്ലേ? മറ്റേതോ 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ ശരിയാക്കി, അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ തെറ്റിച്ചു. അപ്പം എത്ര മാർക്ക് കുറയും? 100 മാർക്കിൽ നിന്ന് ഏകദേശം 40 മാർക്ക് വീണ്ടും കുറയും. അപ്പോൾ നിങ്ങൾ വീണ്ടും മാർക്ക് കുറഞ്ഞ് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാം അറിയുന്നു എന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് മാത്രം അറിയുക, അത് വ്യക്തമായിട്ട് ദൃഢമാക്കി വെക്കുക. അറിയുന്ന കാര്യങ്ങൾ ദൃഢമാക്കുക. കാരണം UPSCനെ സംബന്ധിച്ച് ഈ മാറിക്കൊണ്ടിരിക്കുന്ന സിലബസ്, മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് കരുതി എല്ലാ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യന്മാർക്ക് ഇന്നേ വരെ സിവിൽ സർവീസിൽ ഓരോ വർഷം 1-ാം റാങ്ക് കിട്ടുന്ന ആൾക്കാർക്ക് പോലും എല്ലാ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ അവർ ഓക്കെയാണ്. അതുകൊണ്ടാണ് അവർ റിവിഷൻ എന്ന് പലപ്പോഴും പറയുന്നത്. നിങ്ങൾ UPSC പഠിക്കുന്നതിന് മുന്നേ പല ഇന്റർവ്യൂകളും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് റിവിഷൻ. അവർ പല റിസോഴ്സുകൾ പറയുന്നുണ്ടായിരിക്കും, പല ആൾക്കാരും പല റിസോഴ്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്ന ഒരേ കാര്യം റിവിഷൻ, സൈക്ലിക്കലായിട്ട് റിവിഷനും മോക്ക് ടെസ്റ്റുകളും. റിവിഷൻ ചെയ്യുക, ടെസ്റ്റ് എടുക്കുക, റിവിഷൻ ചെയ്യുക, ടെസ്റ്റ് എടുക്കുക. ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമാണ് സിവിൽ സർവീസ് പോലത്തെ സാധനം നിങ്ങളുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ തേടി ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ. കുറേ കാര്യത്തിലേക്ക് പോവാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം വെച്ച് ലിമിറ്റഡ് ആയിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പോകും. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത മെറ്റീരിയൽസിലേക്ക് പോകാം. എന്തിനാണ് ഓടിച്ചാടി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാം ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കണം എന്ന് ആലോചിക്കുന്നത് അത് നിർത്തി വെക്കുക. ഒരു ആവറേജ് കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് പോകാൻ അവസരം വരും. ഇപ്പം പൊളിറ്റി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വേർഡ് മിസ്സായിപ്പോയി, അയ്യോ അതെന്നോട് മറന്നുപോയല്ലോ, അല്ലെങ്കിൽ അതെന്താണ് ചിന്തിക്കേണ്ട. ബിക്കോസ് നിങ്ങൾ നാളെ അതന്നെ വീണ്ടും പഠിക്കും, അത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഫേസ് തന്നെ റീഇൻഫോഴ്സ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കല്ലേ. ഓരോ തവണ നമ്മൾ പെയിന്റ് അടിക്കുന്ന കണ്ടിട്ടില്ല നിങ്ങൾ? ഇനീഷ്യൽ ഫേസ് തന്നെ ഫുള്ള് പെയിന്റ് അടിച്ചിരിക്കും ഇല്ലല്ലേ? ആദ്യം തന്നെ ചുമര് കെട്ടിയതിന് ശേഷം പിന്നെ ആദ്യം ഫസ്റ്റ് പെയിന്റ് അടിക്കും, ഫസ്റ്റ് കോട്ട് അല്ലേ. പിന്നെ അതൊന്ന് ഉറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കോട്ട് അടിക്കും, അതിനുശേഷം പിന്നെ അടുത്തൊരു കോട്ട് അടിക്കും, പിന്നീടാണ് കളർ പെയിന്റ് അടിക്കുന്നത്. അങ്ങനെ 4-5 കോട്ട് ആയിട്ടാണ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാലോ എല്ലാം കൂടി പൊളിഞ്ഞു വരില്ലേ? അതുപോലെ തന്നെയാണ് മെമ്മറിയും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഇനീഷ്യൽ ഫേസ് എല്ലാം ഇനീഷ്യൽ ഫേസ് എപ്പോഴും ജസ്റ്റ് ഒരു റീഡിങ് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും ആ സ്റ്റോറി മനസ്സിലാക്കാൻ ശ്രമിക്കുക, ബാക്കി ഒന്നിലേക്കും ഇൻഡെപ്തായിട്ട് പോകാതിരിക്കുക. പിന്നീട് അത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുക, ഫസ്റ്റ് റിവിഷൻ റീഇൻഫോഴ്സ് ചെയ്യുക, വീണ്ടും റിവിഷൻ ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക. അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്ത് അതൊരു സ്ട്രോങ് മെമ്മറി ആയിട്ട് നിങ്ങളുടെ മെമ്മറിയിലൂടെ കിടക്കും. അവിടെ മതി, ആ രീതിയിൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, സോ ഡോണ്ട് സ്റ്റഡി പൊളിറ്റി, സ്റ്റഡി ഇന്ത്യ. ദാറ്റ് മീൻസ്
നിങ്ങൾ പൊളിറ്റി എന്ന സബ്ജക്ട് പഠിക്കാൻ പോകരുത്. ആസ് എ സിറ്റിസൺസ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. നാളെ നിങ്ങളൊരു പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമ്മാ ഒരു പോലീസുകാർ ഇറങ്ങി വന്നിട്ട് നിങ്ങളെ ബൈക്കിന് ചാവി ഊരി കൊണ്ടുവന്ന സമയത്തോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരു ഹെൽമെറ്റ് നിങ്ങൾ ഇട്ടാട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലീസുകാർ നിങ്ങളെ എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് അവിടെ ചോദ്യം ചെയ്യാൻ സാധിക്കണം. അതിന് എന്താണ് അന്യായമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡിറ്റൻഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം. നിങ്ങൾക്കൊരു ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് കാര്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RTA പ്രകാരം നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പറ്റണം. അപ്പോൾ ഇത് സെർവൻസ് ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങളുടെ അവകാശങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് അത്ര ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് പൊളിറ്റി മാത്രം പഠിച്ച് ചുമ്മാ പോകുന്നതിന് പകരമായിട്ട് എന്ത് പഠിക്കാം, ഇന്ത്യനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക. ഇന്ത്യയുടെ ആത്മാവ്, നിങ്ങളൊരു MLA എടുത്ത് പോകുന്നത് MLA അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് പോകുന്ന ഒരു മന്ത്രിനെ കാണുന്ന സമയത്ത് പേടിക്കണോ? ഒരു കാര്യമില്ല അല്ലേ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് തവണ മന്ത്രിമാരെ പേടിച്ച കഥകളൊക്കെ കേരളത്തിന്റെ പല കേസുകൾ നമ്മൾ കേട്ടതല്ലേ? അപ്പൊ മന്ത്രിമാരെ പേടിക്കാതിരിക്കാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഡോണ്ട് സ്റ്റഡി പൊളിറ്റി, ജസ്റ്റ് സ്റ്റഡി ഇന്ത്യ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ ഡോക്യുമെന്റ് യു മെമ്മറൈസ് ടു പാസ് എൻ എക്സാം. ഇറ്റ്സ് എ കൺട്രി യു ആർ അബൌട്ട് ടു ബി ട്രസ്റ്റഡ് ടു സെർവ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമിന് വേണ്ടി മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ നാളത്തെ ഒരാളായി മാറുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ട്രസ്റ്റഡ് ആയിട്ട് സെർവ് ചെയ്യാൻ പോകുന്ന രാജ്യത്തിൻ്റെ ഒരു ആത്മകഥയും കൂടിയാണ്. സോ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ കഴിഞ്ഞു. നമുക്കിനി ഒരു 15 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ 1 ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 2 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് 30 സ്ലൈഡ്സ് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10 മിനിറ്റ്സിന് ശേഷം ഒരു 6:55 ഒക്കെ ആവുന്ന സമയത്ത് വന്നോളൂ. നമുക്ക് കറക്റ്റ് 6:55 വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് പോകാം. കറക്റ്റ് ആ സമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. സോ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിലോ പറയാം കേട്ടോ. NCERT ഡ്രൈവിൽ അവൈലബിൾ ആണ്. ഓക്കെ.